ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, ഈ മനോഹര പ്രഭാതത്തിന് ഞങ്ങൾ നന്ദി പറയും. इस सुंदर सुबह के लिए हम आपको धन्यवाद देते हैं. അങ്ങ് സ്നേഹിക്കുന്ന ജനത്തെ അങ്ങ് ഇവിടെ കൊണ്ടുവന്നല്ലോ. आप जिन बच्चों से प्यार करते हैं, आपने उनको यहाँ पर लाया. അങ്ങയുടെ ആകർഷണമാണ് അവരുടെ എത്താൻ കാരണം. और वो यहाँ पर आए, उसका कारण आपने उन्हें आकर्षित किया है. ഗുരുത്വാകർഷണത്തെക്കാൾ കരുത്തുള്ള അങ്ങയുടെ ആകർഷണത്തിനായി സ്തോത്രം. ग्रेविटेशन फोर्स से भी, भूमि की आकर्षण से भी सामर्थ्य आकर्षित आपके उस प्रभाव के लिए हम आपको धन्यवाद देते हैं. അതിനെ കവച്ചു വെക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിവില്ലല്ലോ. और उसके पार जाने की काबिलियत हम में किसी में भी नहीं है. മനുഷ്യൻ കണ്ടുപിടിച്ച പല സംവിധാനങ്ങളും ഗുരുത്വാകർഷണത്തെ കവച്ചു വെക്കും. और मनुष्य ने जो भी संविधान को ढूंढ निकाला है, वो शायद इस भूमि के आकर्षण के पार जा पाएगा. പക്ഷെ ദൈവത്തിന്റെ ആകർഷണത്തെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനമില്ല. पर परमेश्वर के उस आकर्षण के सामर्थ्य के पार जाने वाला कुछ भी नहीं है. അതിനാൽ ഞങ്ങൾ പിടിക്കപ്പെട്ടതിനാൽ സ്തോത്രം. और हम उस आकर्षण के द्वारा आज पकड़े गए, उसके कब्जे में है, इसके लिए धन्यवाद. അതിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നതിന് നന്ദി. और उसके अंदर हमें यहाँ बैठने मिल रहा है, इसके लिए धन्यवाद प्रभु. ഞങ്ങൾക്ക് അങ്ങയോട് സംസാരിക്കാൻ സ്വല്പ സമയം തന്നതിനാൽ സ്തോത്രം. हमको आपसे बातें करने के लिए कुछ क्षण आपने दिया, इसके लिए धन्यवाद. അങ്ങ് സംസാരിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് സ്വല്പ സമയം തന്നതിനാൽ സ്തോത്രം. आप जो कहोगे वो सुनने के लिए हमको जो क्षण दिया है, उसके लिए धन्यवाद प्रभु. വന്നവരെ ആരെയും വെറുതെ വിടല്ലേ. जो भी आए उन्हें किसी को भी खाली हाथ नहीं छोड़ना प्रभु. അവരുടെ മനസ്സിനെ നീ തണുപ്പിക്കണം. उनके मन को आप ठंडक लाना प्रभु. ആത്മാവിനെ നീ ഉത്തേജിപ്പിക്കണം. उनके आत्मा को उत्तेजित करना. ജഡത്തെ നീ പണിയണം. उनके शरीर पर आप बांध काम करना. ആഗമാനം ഒരു സ്പർശനത്തിന്റെ പകലായി മാറണം. और आज का सुबह पूर्णता में परमेश्वर उनको छूने वाला सुबह बन जाए. ഞങ്ങൾ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. हम आज असाधारण चीजों की उम्मीद करते हैं. സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ അങ്ങ് ചെയ്യും. आप अलौकिक कामों को हमारे बीच करोगे. ഞങ്ങൾ സ്വല്പ സമയം നിന്റെ വചനത്തിന് മുമ്പിലാകട്ടെ. कुछ क्षण हम आपके वचन के सामने बैठे. പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना, इसके लिए धन्यवाद. മഹത്വം അങ്ങേക്ക്. महिमा आपको യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम में मांगते हैं. ആമേൻ. आमेन. കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തു. हाथ और आवाज उठाकर परमेश्वर को महिमा देंगे. ധാരാളം കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെ കയറി വരിക. वचन के अंदर से बहुत सारी बातें आपसे बांटने के लिए मेरे मन में प्रेरणा हो रही है. ഒരു കാര്യം ഞാൻ പറയാം. एक बात मैं आपसे बांटना चाहता हूं. നമുക്ക് കിട്ടിയ സംവിധാനങ്ങളെല്ലാം ഓർത്തിടയ്ക്കിടയ്ക്ക് കർത്താവിന് മഹത്വം കൊടുക്കണം. परमेश्वर ने हमको जो भी संविधान उपलब्ध कर दिया है, उन सभी के लिए हम बीच बीच में परमेश्वर को धन्यवाद देते रहे. ആമേൻ. ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിച്ചു. परमेश्वर ने हमको बहुत आशीषित किया. 5 വർഷം കൊണ്ട് ഒരു 15 വർഷം ആയ സഭയ്ക്ക് കൊടുക്കേണ്ടതൊക്കെ കർത്താവ് നമുക്ക് തന്നു. और केवल इन 5 साल में परमेश्वर ने ऐसी बहुताई दी है कि जो एक 15 साल हुए कलीसिया में दिखाई देता है. അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്തില്ല. और वो प्राप्त करने के लिए हमने कुछ किया नहीं है. നമ്മളൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. हमने कोई इन्वेस्टमेंट नहीं किया. കർത്താവ് പക്ഷെ നമ്മളെ അനുഗ്രഹിച്ചു. पर परमेश्वर ने हमको आशीषित किया है. അപ്പൊ കർത്താവ് എന്തോ ഒരു വിശേഷത നമ്മളിൽ കാണുന്നു. तो परमेश्वर, അതാണ് അതിന്റെ കാരണം. और इसका कारण यह है कि परमेश्वर हमारे अंदर एक खासियत को देखता है. ഇത്രയുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന നമ്മളോട് കർത്താവ് പറയുന്ന ദൂതുകൾ ഹൈടെക് ദൂതുകളാണ്. और इस परिस्थितियों में आगे बढ़ने वाले हमसे परमेश्वर श्रेष्ठ वायदों को बांट रहा है. ആമേൻ. അപ്പൊ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. तो परमेश्वर को हमारे प्रति श्रेष्ठ उम्मीद है. ആമേൻ. ദൈവം ഇങ്ങനെ നടത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യും. और परमेश्वर हमें ऐसे अगुवाई ഞാൻ कर रहा കഴിഞ്ഞ है, इसके സൺഡേ लिए അവിടെ നിന്ന് धन्यवाद ഓർത്ത देते हैं. ഒരു കാര്യമുണ്ട്. पिछले रविवार वहां रुककर मैंने एक बात याद किया. ഒരാഴ്ചത്തെ റെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ച ഒരാഴ്ച എനിക്കുണ്ട്. और ऐसा हफ्ता था जहां पर मैं सोचता था कि
इस हफ्ते का रेंट हम कैसे भरेंगे? കർത്താവിനോട് ചോദിച്ചിട്ടാ വരുന്നവർക്ക് സുഭിക്ഷിതമായ ആഹാരം കൊടുക്കുന്ന ലെവൽ വരെ ആയില്ലേ നീ? और फिर प्रभु ने मुझसे कहा कि जो आते हैं उनको खाना भी दे पाए, इस स्तर तक मैंने तुझे लाया है। എങ്ങനെ ഇതായേ? ये सब कैसे हुआ है? അതാണ് കർത്താവിൻ്റെ തൃപ്തി നമ്മുടെ മേലുണ്ട്. और वो उस बात का चिन्ह है कि परमेश्वर का तृप्त मन हमारे ऊपर बिछा हुआ है। ആമേൻ. ആ വേട് മറക്കല്ലേ, കർത്താവിൻ്റെ തൃപ്തി നമ്മുടെ മേലുണ്ട്. परमेश्वर का तृप्त मनोभाव हमारे बीच है। ആമേൻ. എന്ത് നല്ലത് കണ്ടാലും അതിനകത്തൊരു കുഴപ്പം കണ്ടുപിടിക്കും. कितना भी अच्छा बात रहो, उसमें से एक बुराई को ढूंढ निकालते ही हैं। എന്നാൽ നല്ലത് 10 പറഞ്ഞേച്ചൊരു കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ല. और उस अच्छे में से उसका 10 अच्छा गुण कहने के बाद एक बुराई कहे तो कोई बात नहीं, ഇതങ്ങനല്ല. पर ऐसा नहीं है। ഗുണങ്ങളൊന്നും പറയത്തില്ല. अच्छे गुण के बारे में कुछ नहीं ആ कहते। ഒരു കൊച്ചു കുഴപ്പം അതങ്ങ് ഹൈലൈറ്റ് ചെയ്യും. वो एक छोटी गलती या बुराई उसको हम ऊंचा करके दिखाते हैं। ആമേൻ. നമ്മൾ അങ്ങനെ ആയിരിക്കല്ല. और हम वैसे लोग ना बने रहे। നമ്മൾ ദൈവം. नहीं, पर हम परमेश्वर के संतान हैं। ആമേൻ. അവർക്ക് ഈ ഗുണങ്ങളൊന്നുമില്ല. और उनको ये कोई गुण उनमें नहीं है। കർത്താവ് ആമേൻ പറഞ്ഞാൽ നമ്മളും ആമേൻ. अगर परमेश्वर आमेन कहे तो हम भी आमेन बोलें। കർത്താവ് പറയും എനിക്ക് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാ. प्रभु अगर कहता है कि मुझे पसंद है तो हम भी कहेंगे हमें भी पसंद है। ലോകത്തിലുള്ളവർ മുഴുവൻ വെറുത്താലും കർത്താവ് പറയും എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടാ. दुनिया वाले सारे नफरत कर ले, अगर प्रभु उससे प्यार करता है हम भी कहेंगे हम भी प्यार करते हैं। ആമേൻ. ആമേൻ. കർത്താവിന്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. प्रभु के जो पसंद है वो हमारा भी पसंद है। കർത്താവ് ആരെ സ്നേഹിക്കുന്നു അവരെ നമ്മൾ സ്നേഹിച്ചിരിക്കും. प्रभु जिससे प्यार करता है हम भी उससे प्यार करेंगे। കർത്താവ് ആരെ വെറുക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവിന് ആരെ ഒറ്റ ഒരാളെ ഉള്ളൂ വെറുപ്പ്, അത് സാത്താനെ. और परमेश्वर किसी से नफरत नहीं करता, सिर्फ एक ही व्यक्ति है, वो है शैतान। എൻ്റെ യേശു അപ്പച്ചൻ്റെ പ്രത്യേകത എന്താണ്? मेरे यीशु पिता ഒരാൾ നിന്നുകൊണ്ട് പറയാ എനിക്ക് സാത്താനെയാണ് ഇഷ്ടം, ഞാൻ സാത്താൻ്റെ കൂടാന്ന് പറഞ്ഞാൽ യേശു അവനെ സ്നേഹിക്കും. अगर एक व्यक्ति कहता है कि मुझे शैतान ही पसंद है, मुझे शैतान के अधीन में ही रहना है, उससे भी यीशु प्यार करता है। എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ദൈവം ഇല്ലെന്ന് ഒരുത്തൻ പറഞ്ഞാൽ യേശുവിന് അവനെ ഇഷ്ടമാണ്. और एक व्यक्ति कहे कि परमेश्वर नहीं है, ऐसा कुछ मैं विश्वास नहीं करता, उससे भी यीशु प्यार करता है। അവൻ മനുഷ്യരായതുകൊണ്ട് അവനെ ഇഷ്ടമാണ്. और वो मनुष्य है इसलिए उससे प्यार करता है। സാത്താനായിരുന്നെങ്കിൽ യേശു ഇഷ്ടപ്പെടത്തില്ല. पर अगर वो शैतान होता तो यीशु प्यार नहीं ആമേൻ. करता। आमीन। പക്ഷേ സാത്താനോടും കമ്പാഷൻ കാണിക്കുന്നവൻ എൻ്റെ യേശു. पर शैतान से भी, शैतान के प्रति भी दयालुपन दिखाने वाला प्रभु है हमारा यीशु। യേശുവിൻ്റെ അടുക്ക വന്ന് 3 പ്രാവശ്യം പരീക്ഷിച്ച് കളികളെല്ലാം കളിച്ചിട്ടും കർത്താവിനെ വെറുതെ വിട്ടു. और यीशु के पास आया, 3 बार उसकी परीक्षा ली, फिर भी यीशु ने उसे ऐसे ही भेज दिया। കുറച്ച് നാളത്തേക്ക് അവൻ വന്നില്ലെന്ന പിന്നെ ഇടയ്ക്ക് യേശുവിൻ്റെ അടുക്ക ഞൊഴിഞ്ഞു കയറി വരും. कुछ समय तक वो नहीं आया, पर फिर कुछ समय बाद वो फिर से घुसपीट करने लगा। യേശു മനുഷ്യനായിട്ടിരുന്നുകൊണ്ട് അവനെ ഒന്നും ചെയ്തില്ല. यीशु मनुष्य बनकर आया, फिर भी उसने शैतान को कुछ പിടികിട്ടിയോ? नहीं किया। യേശു മനുഷ്യനായിട്ടിരുന്നുകൊണ്ട് സാത്താനെ ഒന്നും ചെയ്തില്ല. यीशु मनुष्य रूप में था, फिर भी शैतान को कुछ नहीं യേശു किया। കാൽവറി കയറി മനുഷ്യ ശരീരം വിട്ടിട്ട് और जब अपने इस मनुष्य शरीर को छोड़ने के बाद, ഈ കാൽവറിയിൽ കയറി മനുഷ്യ ശരീരം വിട്ടിട്ട് कलवरी पर चढ़कर अपने इस मानुषिक शरीर को छोड़ ദൈവിക ശരീരം സ്വീകരിച്ചിട്ട് उस दैविक शरीर को അവന്റെ स्वीकार किया। കോട്ടയ്ക്കകത്ത് പോയി. और फिर उसके उस हेडक्वार्टर्स എന്നിട്ട് അവനെ കൈകാര്യം ചെയ്തു. और फिर शैतान को परमेश्वर ने ആമേൻ. 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 അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം उसका मतलब മനുഷ്യ ശരീരത്തിൽ അവൻ കൈകാര്യം ചെയ്യുന്ന എന്തുകൊണ്ടാ? यीशु ने मनुष्य शरीर में उस बात को क्यों नहीं संभाला? അവന്റെ ആ ശരീരത്തിൽ അവൻ നമ്മളെയാ വഹിച്ച്. क्योंकि यीशु अपने शरीर में वो हमें ले चल रहा था। അവിടെ ആ യുദ്ധം നടന്നായിരുന്നെങ്കിൽ ആ മുറിവ് നമുക്കും കിട്ടിയേനെ. और अगर उस स्थान में वो युद्ध होता तो वो चोट हमें भी लग जाता। ആമേൻ. പിടികിട്ടുന്നുണ്ടോ? ശരീരത്തിൽ അവന്റെ മൺശരീരം എന്ന് പറയുന്ന സകല മാനവകുലവും. और यीशु का जो है भौमिक शरीर, उसमें पूर्ण मानवता है।
ആ ശരീരത്തിൽ ഒരു യുദ്ധം നടത്താനല്ല യേശു വന്നത്. और उस शरीर में एक युद्ध करने के लिए यीशु यहाँ नहीं ആ आया था, ശരീരത്തിലെ യുദ്ധം ഇല്ലാതാക്കാനാ യേശു വന്ന്. पर उस शरीर के युद्ध को मिटाने के लिए यीशु यहाँ पर അതുകൊണ്ട് ആ आया। ശരീരം ഏൽപ്പിച്ചു കൊടുത്തിട്ട് और उस शरीर को यीशु ने समर्पित कर दिया അതിൽ നിന്നും മാറി ഒരു ദൈവ ശരീരം ഏറ്റു. और उसमें से हटकर एक दैविक शरीर को स्वीकार किया। യേശു പറഞ്ഞു ഞാൻ യുദ്ധത്തിന് റെഡിയാ, और यीशु ने फिर बोला मैं युद्ध के लिए പെരുപട तैयार ഞാൻ हूं। നിന്റെ കോട്ടയ്ക്കകത്തോട്ട് मैं तेरे उस तंबू में आ रहा हूं, വരിക, ഞാൻ നിന്റെ കോട്ടയിൽ പാതാളത്തിലോട്ട്. तेरे तंबू तेरे पाताल लोक में ഇനി मैं आ रहा നമുക്ക് हूं। യുദ്ധം ചെയ്യാം. अभी हम युद्ध करें। പക്ഷെ ഫസ്റ്റ് കണ്ടീഷൻ, पहली बात, നിന്റെ ആയുധം എന്റെ കാൽ ചോട്ടി കൊണ്ടുവരും. तेरे सारे औजारों को मेरे चरणों पर रख കർത്താവ് दे। ഇതെങ്ങനെ സിമ്പിളായിട്ട് ചോദിക്കുന്നു? प्रभु ऐसे आसानी से എടാ, ആ कैसे पूछ रहे ഒറ്റ हो? ആയുധം അവനുണ്ടാക്കിയതല്ല, क्योंकि वो कोई भी हथियार उसने नहीं ഞാൻ बनाई है। കൊടുത്തതാ. मैंने उसको दिया। ഞാൻ കൊടുത്തത് വെച്ചോണ്ട് എന്നോട് കളിക്കണ്ട. मैंने जो दिया वो रखकर मेरा അതെന്റെ खिलाफ കാൽ मत ചോട്ടി करो। കൊണ്ടുപോവാ. वो मेरे पैर के नीचे रख दो। നിനക്കുള്ളതും കൊണ്ടുപോവാ. जो तेरे पास है वो रखकर അവന്റെ मेरे കയ്യിൽ खिलाफ ഒന്നുമില്ല. मत करो। शैतान के पास उसका കുറച്ച് कुछ नहीं ട്രിക്കേ है, ഉള്ളു അവന്റെ കയ്യിൽ. कुछ तंत्र ही है उसके पास। കർത്താവ് ആദു പറഞ്ഞപ്പോ അവന്റെ തല തകർത്തെന്നാ വചനം പറയുന്നു. और वचन कहता है कि जब वो कहा गया यीशु ने उसके सिर को कुचल दिया। തന്ത്രങ്ങൾ ഉത്ഭവിക്കുന്നത് തലയിൽ നിന്ന്. और तंत्रों का उत्पन्न सिर से होता है അതാ ദൈവം തകർത്തത്. और प्रभु ने उसे ही कुचल दिया। ആമേൻ. അപ്പൊ തകർന്ന ചിഹ്ന ഭിന്നമായ തന്ത്രങ്ങളാവും നമുക്കെതിരെ ഉപയോഗിക്കുന്നത്. और वो उस तंत्रों को उत्पन्न जो है उपयोग करता है जो है बिखर गए हैं, जो टूट गए हैं। അതുകൊണ്ടാണ് അവന്റെ തന്ത്രങ്ങളൊന്നും ജയിക്കുന്ന തന്ത്രങ്ങളല്ല. इसके लिए उसके कोई भी तंत्र सफल नहीं होता, കാരണം ഫുള്ളായിട്ട് ഒരു തന്ത്രം ഇല്ലാതെ കർത്താവ് തകർത്തു. क्योंकि शैतान के पास एक पूर्ण तंत्र का रूप नहीं है, ഇപ്പൊ क्योंकि प्रभु ने हरा दिया। ഐഡിയാസേ ഉള്ളു കയ്യിൽ. अभी उसके पास सिर्फ कुछ जो है आइडियाज ही है। അത് ഉപയോഗിക്കണമെങ്കിൽ अगर उसे उपयोग करना അവൻ है, അതിന് പറ്റിയ ഒരുത്തം വേണം. शैतान को उसके लिए योग्य एक व्यक्ति की ഞാൻ ആ जरूरत है। ഭാഗത്തോട്ട് കയറുന്നില്ല, അതൊരു വലിയ വിഷയമാണ്. ये एक बड़ा विषय है। ഞാൻ അത്രയും പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, ആർക്കും പിടി കിട്ടിയില്ല. मैंने जब वो कहा बहुत लोग समझ नहीं पाए। കാരണം സാത്താൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ शैतान को अभी अगर कुछ भी करना, അവൻ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. वो अकेला कुछ नहीं कर सकता। അത് പിടി കിട്ടിയോ? क्या हम ये समझ पाए? സാത്താൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് പറ്റത്തില്ല. शैतान को अगर आज कुछ भी करना है अकेला नहीं कर सकता। ആമേൻ. സാത്താൻ മോസ്റ്റ് പവർഫുൾ ആകുന്നത് എപ്പോഴാണെന്നറിയോ? शैतान सबसे सामर्थ्य कब बनता है? സാത്താൻ ഇപ്പോൾ മോസ്റ്റ് പവർഫുൾ ആകുന്നത് എപ്പോഴാണെന്നറിയോ? और इस समय में शैतान सबसे सामर्थ्य कब बनता है? ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം. एक बात मैं आपसे बात, സാത്താൻ ഇപ്പോൾ മോസ്റ്റ് പവർഫുൾ ആകണമെങ്കിൽ शैतान को अगर अभी सामर्थ्य सबसे बनना है, അവൻ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ അവൻ്റെ കയ്യിൽ കെട്ടണം. परमेश्वर की विभाग में रहने वाला एक व्यक्ति उसके कब्जे में आना है। കാരണം അവൻ്റെ കയ്യിലുള്ള ഐഡിയാസിന് പവർ കിട്ടണമെങ്കിൽ പവറുള്ള ഒരുത്തൻ അവൻ്റെ അടുക്കൽ ചെല്ലണം. और अगर शैतान के तंत्रों को अगर सामर्थ्य की जरूरत है तो जिसके अंदर सामर्थ्य है वो व्यक्ति उसके अधीन में आना है। നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞത്, समझा कर देता हूं। പാകിസ്ഥാനിൽ കിടക്കുന്ന കുറച്ച് ജനത്തെ ചൈനയ്ക്ക് കിട്ടിയ ചൈന പവറാവോ? और पाकिस्तान में रहने वाले कुछ लोग अगर चाइना के हाथ में आ जाए तो क्या चाइना सामर्थ्य बन जाएगा? ആകത്തില്ല. नहीं बनेंगे। ജനത്തെ ഒന്നും കിട്ടിയില്ലെങ്കിലും പാകിസ്ഥാന്റെ ഭരണകൂടത്തെ ചൈനയ്ക്ക് കിട്ടിയാലോ? लोग नहीं मिले पर वहां के अधिकार का संविधान मिल जाए तो क्या चाइना सामर्थ्य बनेगा या नहीं? അതും മനുഷ്യരല്ലേ? सरकार बनेगा, പക്ഷെ ഒരു പവർ കിട്ടുകയായി. पर अगर वो सरकार का सामर्थ्य अगर मिल गया तो ഇതുപോലെ इसी तरह സ്വർഗീയ പവറുള്ളവരാ നമ്മൾ. हम सब स्वर्गीय सामर्थ्य को ले चलने वाले അത് लोग हैं। നോർമൽ പവർ അല്ല. वो एक साधारण सामर्थ्य नहीं है। നമ്മളെപ്പോലെ പവറുള്ള ഒരാളെ പിശാചിന്റെ കൈ കിട്ടിയാൽ हमारे जैसे एक सामर्थ्य व्यक्ति शैतान के അവന്റെ अधीन अगर आ ഐഡിയ जाए ഈ പവറുമായിട്ട് മിക്സ് ചെയ്താൽ और उसके तंत्रों को अगर इस सामर्थ्य के साथ जोड़ दिया അത് ഏറ്റവും ശക്തമായ വെപ്പണാ. तो वो सबसे ताकतवर औजार बन जाए। ഇതാണ് അവൻ ഏദനിൽ ആദമിൽ തുടങ്ങിയത്. और शैतान ने इसी बात को आदम के जो है एदन में आदम के साथ ദൈവിക शुरुआत किया। സ്വഭാവം, ദൈവിക സ്വരൂപം, परमेश्वर का स्वरूप, ദൈവത്തിന്റെ സാദൃശ്യം, परमेश्वर का जो है रूप है उसके अंदर ദൈവത്തിന്റെ ഇല്ല समानता, അല്ല
സാദൃശ്യവും സ്വരൂപവും രണ്ടും परमेश्वर രണ്ടല്ല. का समानता और स्वरूप, ആ ഇത് രണ്ടും ദൈവത്തിന്റെ തേജസ്, परमेश्वर का तेज, ദൈവത്തിന്റെ അധികാരം. परमेश्वर का अधिकार। അപ്പോൾ ഒരു കൊച്ചു കുട്ടി ദൈവമാണ് ആദം. तो आदम अभी परमेश्वर का एक छोटा रूप जैसा वहां कार्य कर रहा है। സ്വർഗത്തിലിരിക്കുന്ന സർവശക്തന്റെ ഒരു മിനിയേച്ചർ, അങ്ങനല്ലേ പറഞ്ഞു, അതാണ് ആദം ഈ ഭൂമിയിൽ. और स्वर्ग में जो सर्वशक्तिमान परमेश्वर है, उसका एक छोटा स्वरूप बनकर आदम धरती पर कार्य कर रहा है। മനസ്സിലായോ? ഇവൻ വന്ന് ഈ ആദമുമായിട്ട് ലിങ്ക് ചെയ്തപ്പോ शैतान जब आकर इस आदम के साथ जुड़ गया, ഈ ഇരുന്നത് മൊത്തം ആദമീന്ന് പോയി. जो भी आदम के अंदर था वो सब उससे नष्ट हो അപ്പൊ गया। അതിന്റെ ഫുൾ പവർ ആരുടെ കിട്ടി? तो उसका पूरा सामर्थ किसको मिल गया? ആ പിശാചിന് കിട്ടി. शैतान को मिल गया। അന്നു മുതൽ അവൻ പവർഫുൾ ആവുന്നത്. और उस क्षण से वो सामर्थी बन गया। അവൻ അതിനു മുമ്പ് അവൻ പവർഫുൾ അല്ല, വെട്ടേറ്റ് പോയി ഒരുത്തരെന്നാ. उसके पहले वो सामर्थी नहीं है, क्योंकि उसे वहां से काट कर फेंक दिया था। വെട്ടേക്കപ്പെട്ട ഒരു ദൂതൻ, അതായിരുന്നു അവന്റെ പേര്. और उसका नाम ये था कि काट कर फेंक दिया गया स्वर्गदूत। അത് കഴിഞ്ഞപ്പോൾ മുതൽ അവന് ശത്രു എന്നുള്ള പേരിനുടമയായി. और उसके बाद उसका नाम शैतान में बदल അവൻ दिया। എതിരാളിയായി, वो खिलाफ आने അവൻ लगा, അപ്പനായി. वो पिता बन गया। ഈ റോളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. क्या ये എവിടുന്ന് उसको കിട്ടി? पहले दिया था? कहां से मिला? എല്ലാവരുടെയും അപ്പന ആദം. आदम सबका पिता है। അതാ ഇപ്പൊ അവന് കിട്ടിയേക്കുന്നത്. अभी शैतान ने उसे चुरा लिया। എല്ലാവരുടെയും അധികാരം ഇപ്പൊ ആരുടെയില്ലായിരുന്നു, ആദമിന്റെ ഇല്ലായിരുന്നു. सभी का अधिकार आदम के पास था। അതാ ഇപ്പൊ അവന്റെ ഇരിക്കുന്നത്. अभी वो शैतान के पास है। എല്ലാത്തിന്റെ ആധാരം ആദമിന്റെ ഇല്ലായിരുന്നു. और सभी बातों का आधार आदम के ഇപ്പൊ हाथों പുള്ളി में था। പറഞ്ഞു ഇത് മുഴുവൻ എന്റെ കയ്യിലാ. अभी शैतान बोल रहा है ये सब ഇതെങ്ങനെ मेरे पास കിട്ടി? है। कैसे मिला? ഇത് മുഴുവൻ ആദമിനെ അവൻ ആദമിനെ ചതിച്ചിട്ട് അവനിൽ നിന്ന് ഒപ്പിക്കുകയായിരുന്നു. शैतान ने ये सब आदम को धोखा देकर वो सब उसमें से प्राप्त किया। സെയിമാണ് ഇന്നും. ആ ഐഡിയയേ ഉള്ളു അവൻ്റെ കയ്യിൽ, അല്ലാതെ സാധനങ്ങളൊന്നുമില്ല. आज भी समान रूप में वो कार्य कर रहा है, उसे अपना कोई आइडिया नहीं है। അതാ ഇന്നും അവൻ ഉപയോഗിക്കുന്നത്. आज भी वो वही उपयोग कर रहा है। ഒരു ആയുധവും ഇല്ല, कोई हथियार नहीं है, തലയില്ല. उसका सिर नहीं है। തലയുണ്ടെങ്കിലല്ലേ ട്രിക്സ് കാണൂ. सिर है तो ही ये तंत्र रहेंगे। അത് തകർന്നിരിക്കുക. और वो नाश हो गया അത് है। ആയുധങ്ങളൊന്നുമില്ല. हथियार नहीं പിന്നെ है। കുറച്ച് ഐഡിയാസ് ഉണ്ട് കൈ. പുള്ളി ചതിക്കാൻ അറിയാം, അതാ പുള്ളിയുടെ മെയിൻ. उसको धोखा देने आता है, उसके लिए नाम के लिए कुछ तंत्र है। ആമേ. അതും കൊണ്ടാവും വരുന്നത്. और वो तंत्र को लेकर आ रहा है। അവൻ നേരെ സഭയ്ക്കകത്ത് കയറുന്നു. वो कलीसिया में आता है। അവൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഫീൽഡ് വേറെ ഇല്ല. और इतना ज्यादा तकलीफ उत्पन्न करने वाला और कोई स्थान नहीं है। ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലം സഭയാ. और दुनिया में आज सबसे ज्यादा प्रॉब्लम होने वाली जगह कलीसिया है। ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ध्यान से सुनना। സഭയ്ക്കകത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും ഫുൾ സോഷ്യൽ മീഡിയയും ഭയങ്കര ശ്രദ്ധയാ. और कलीसिया में अगर थोड़ी भी दिक्कत हो जाए, सोशल मीडिया में उसे पूर्ण तरीके से दिखाते हैं। ഒരു കൊച്ചു തെറ്റുപോലും സഭയ്ക്കകത്ത് നടന്നാൽ ഇന്ന് വേൾഡ് വൈഡ് ആവും. कलीसिया में छोटी सी भी गलती हो जाए तो दुनिया भर में लोग जान लेते हैं। അങ്ങനെ ആകണമെങ്കിൽ ആ കൊച്ചു പ്രശ്നത്തിന്റെ പുറകിലെ കാരണക്കാരനാരാ? अगर ऐसा होना है तो वो छोटे दिक्कत के पीछे का कारण कौन है? ഇവൻ ലോകത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെ ഒരുക്കി നിർത്തിയിട്ടായി ഇതിനകത്തോട്ട് കയറി ഈ കൊച്ചു പ്രശ്നം ഉണ്ടാക്കുന്നത്. शैतान ने दुनिया के संविधान को तैयार कर कर वो ये छोटी दिक्कत उत्पन्न करने के लिए खड़ा है। ആമേൻ. അങ്ങനെങ്കിലും ഞങ്ങളുടെ ചർച്ചിലെ ദൂതെങ്കിലും കേൾക്കുമല്ലോ. और उस तरीके से तो भी यहाँ पर आने वाले वाणी को वो समझ ഇത് पाए। ഇത് ലൈവിലുള്ളതുകൊണ്ട് കേട്ടോണം. जो ये लाइव में रहेगा फिर आप सुन लेना। അങ്ങനെ നോക്കുന്നവർ ഇടയ്ക്കിനകത്തൊന്നും ഒന്ന് കയറണം. वैसा जो भी जो अलग से ध्यान देते हैं, आप एक बार यहाँ पर आए। ചിലപ്പോൾ അന്ന് ദൈവം നിങ്ങളെ തൊട്ടേക്കാം. शायद उस दिन परमेश्वर आपको छू ले। आमेन। അന്ന് നിങ്ങളുടെ മാനസാന്തരായിരിക്കും. उस दिन आप परमेश्वर के प्रति मन फिराओगे। ആമേൻ. आमेन। കാരണം എനിക്ക് എൻ്റെ യേശുവിനെ അറിയാം. क्योंकि मैं मेरे यीशु को जानता हूँ। അങ്ങനെയുള്ളവനെ വെറുതെ ഇതിനകത്ത് കയറ്റത്തില്ല ദൈവം. वैसे व्यक्ति को ऐसे ही प्रभु यहाँ पर नहीं അവന് लाएगा। കൊടുക്കാനുള്ളത് കർത്താവ് കൊണ്ടുവന്നിരിക്കും. उसे जो देना है प्रभु उसे देगा। അങ്ങനെ അത് പിശാചിന്റെ ഒരു തന്ത്ര. शैतान का एक तंत्र है वो। അപ്പോൾ അവനെന്ത് കൊടുക്കുന്നേ? ഇന്ന് നിങ്ങൾ നോക്ക്, വേൾഡിൽ എന്തെല്ലാം നടന്നത്. ഇപ്പം നമ്മൾ തന്നെ ഒക്കെ രാഷ്ട്രങ്ങളിലൊക്കെ നടക്കുന്ന എന്തോ തല്ലിപ്പൊളിത്തരങ്ങളാ. आप ही देखिए कि अनेक राज्यों में, राष्ट्रों में कितने അനേക രാജ്യമല്ല, എല്ലാ രാജ്യങ്ങളിലും सभी राज्यों में कितने बुरी बातें हो रही हैं। നീതി ന്യായങ്ങളും ഒരു രാജ്യത്തും ഇല്ല. नीति या न्याय कहीं पर भी नहीं है उपलब्ध। പക്ഷെ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷനും ഒരു മീഡിയയിലും ഇല്ല, ഒന്നുമില്ല. पर उसके बारे में कोई चर्चा मीडिया में कुछ नहीं हो रहा।
അഥവാ ആരെങ്കിലും ഒരാളെങ്ങാനും എതിർത്താൽ 1000 എണ്ണം വന്നിരുന്നുകൊണ്ട് അത് അടിച്ചു തകർക്കും. अगर कोई एक व्यक्ति भी उस बात के बारे में बोले तो 1000 लोग आके खिलाफ करके उस पे भी झगड़ा कर देते. എന്നാൽ ഒരു പാസ്റ്ററെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, पर अगर एक पासवान के बारे में ഒരു कुछ कहा, ചർച്ചിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ कलीसिया के बारे में अगर कुछ അത് बोला जाए, എവിടെ കൂടെ ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി, പിന്നെ എന്തോ व्हाट्सएप, വാട്സപ്പ് വഴി ഇങ്ങനെ പോരുക ഇങ്ങ്. तो ये सारे सोशल मीडिया के माध्यम फेसबुक, व्हाट्सएप, इंस्टाग्राम ये सब उपयोग करके फैला देते हैं. സിമ്പിൾ കാര്യമല്ല അത്. ये कोई साधारण ഇപ്പൊ ഈ बात അടുത്ത സമയത്ത് ഒത്തിരി പേരുടെ ദലിൻസ് ഇങ്ങനെ പറഞ്ഞു ഇന്ന ഭാഷ ഇങ്ങനെ, അതിനകത്തോട് ഇങ്ങനെ വരിക ഇങ്ങ്. नहीं. और कुछ दिनों से हम कुछ खबरों को सुन रहे അതിന്റെ थे, കാരണം सब എന്താണെന്നറിയോ? माध्यमों से उपलब्ध അതിന്റെ है. കാരണം എന്താണെന്നറിയോ? कारण क्या है? അവര് പ്രധാനമന്ത്രിയായിട്ടല്ല, इसलिए नहीं क्योंकि वो लोग प्रधानमंत्री, പക്ഷെ അവര് പ്രധാനമന്ത്രിയാ. पर वो सच में एक അതിന് प्रधानमंत्री, മേളില उससे भी ऊपर है. ഒരു സാധാരണ ദൈവദാസൻ നിലപാട് വീണിട്ട് ഒരു 40 ദിവസം കരഞ്ഞാൽ ഇന്ത്യയുടെ സിസ്റ്റം മാറും. और एक साधारण जो है परमेश्वर का एक साधारण दास अगर 40 दिन वो रोए प्रभु के सामने, भारत के चेहरे को परमेश्वर बदल देगा. അഹശ്വേരോസിന്റെ ഹൃദയം ഒരു സാധാ പെൺകുട്ടി രക്തം എസ്തർ ഇളക്കിയെങ്കിൽ അത് ഈ വചനത്തിൽ ഹിന്ദു ദേശത്തിന്റെ കാര്യമാണ്. ഇവിടുത്തെ അഭിഷക്തർ ഒന്ന് നിലത്ത് വീണാൽ, और अहश्वेरोश राजा के हृदय को एक लड़की एस्तेर रोई बोलकर अगर बदल दिया, उसमें वहां पर हिंदू राज्य के बारे में लिखा है, तो परमेश्वर वो कार्य यहाँ पर भी कर सकता है. ആമേൻ. ഇന്ത്യയുടെ ഒരു പോർഷൻ, ഇന്ത്യ എന്ന് പറയുന്നത് ആ ഹിന്ദു ദേശത്തിന്റെ ഒരു പോർഷനാ. एस्तेर का पुस्तक पहला अध्याय उसका पहला आयत, यह उन दिनों की बात है जब शर्येश नाम का राजा राज्य किया करता था, भारत से लेकर कूश के 127 भारत से लेकर. അപ്പൊ അഹശ്വേരോശ് ഭരിച്ച ഒരു ഇന്ത്യ എന്ന് പറയുന്ന അവന്റെ ഒരു പോർഷനാ. तो भारत केवल वो एक जो है भाग था जिस पर वो राज कर അവിടെ ഒന്നുമല്ലാത്ത ഒരു പെൺകുട്ടി, और वो एक लड़की जो कुछ नहीं थी, ഒന്നുമല്ല അവിടെ. वो कुछ नहीं है. ഒരു മനുഷ്യനെ എടുത്തു വളർത്തിയ ഒരു കുട്ടി, एक व्यक्ति ने लिया दत्त लिया, അപ്പനില്ലാത്ത അമ്മയില്ലാത്ത കുട്ടി. एक लड़की जो अनाथ है. പക്ഷെ അവളൊന്ന് കരഞ്ഞപ്പോ पर जब वो रोई, രാജാവിന്റെ നിയമം പൊളിഞ്ഞു. राजा का नियम टूट गया. ആമേൻ. അവിടെ കണ്ണുനീരാ പുറത്തു വന്നു. और उसके आंसू का उत्तर वहां प्रकट हुआ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്? कितने लोग समझ पा रहे हैं? അങ്ങനെയെങ്കിൽ अगर वैसा है, നമ്മുടെ കണ്ണുനീരിന് വാല്യൂ ഉണ്ടെന്ന് ഈ हमारे പറഞ്ഞു. आंसुओं का भी जो है मूल्य है. അറിഞ്ഞൊന്ന് കരഞ്ഞാൽ अगर हम ये सब जानकर സകല रोएंगे, നിയമങ്ങളും പൊളി. सारे नियम पलटे जाएंगे. ആമേൻ. आमेन. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग विश्वास करते हैं? ആമേൻ. പിടികിട്ടുന്നുണ്ടോ? आमेन. നമ്മുടെ കർത്താവ് എത്ര വലിയവന്. हमारा परमेश्वर कितना महान है. ആമേൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ സമയം വളരെ കടന്നു പോകും. അപ്പോൾ ചിന്തിക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ ഹിതങ്ങൾ എത്ര വലുതാ. परमेश्वर की इच्छाएं या പക്ഷെ पसंद कितनी പിശാചിന്റെ बड़ी है. പരിപാടി എന്താ? शैतान का कार्य क्या है? അവന് നന്നായിട്ടറിയാം शैतान अच्छे से जानता है. എന്തെങ്കിലും ശക്തിയുള്ളവരുണ്ടെങ്കിൽ അത് സഭയില. और अगर कोई भी ऐसा सामर्थ्य लोग चाहिए तो वो सिर्फ कलीसिया में. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം. फिर से कहता हूँ, ഒരു മനുഷ്യന് ഒതുക്കാൻ കഴിയാത്ത ശക്തിയുള്ളവർ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ദൈവസഭ. परमेश्वर की कलीसिया वो जगह है जहां पर वो लोग हैं जिन पर कोई भी लोग या सामर्थ उनको दबा कर नहीं रख सकता. ഒരുത്തനും കയറി തൊടാൻ പറ്റാത്ത, പാതാള ഗോപുരങ്ങൾക്ക് പോലും ജയിക്കാൻ കഴിയാത്ത ഒറ്റ പവറേ ഉള്ളൂ. അതിന്റെ പേരാ ദൈവസഭ. और एक वो सामर्थ है जिस पर कोई सामर्थ प्रभावी नहीं हो सकता, पाताल लोक उन पर कब्जा नहीं कर सकता. आमेन. उसका नाम है कलीसिया का आमेन. सामर्थ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे ഞാൻ हैं? ഒന്നുകൂടെ പറയാം. और एक बार कहता हूं, പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷക്തൻ വിചാരിച്ചാൽ ഒരു രാജ്യത്തെ ജയത്തിലെത്തിക്കാം. प्रार्थना करने वाला एक अभिषेक दास अगर सोच ले तो एक राज्य को विजय के ഒരു स्तर पर ले जा പ്രവാചകൻ सकता है. മതിയായിരുന്നു രാജ്യങ്ങളെ ജയിക്കാൻ. एक नबी काफी था राज्यों पर जीत पाने के लिए. ആമേൻ.
ഒരു സൈന്യത്തെ മുഴുവൻ നോക്കിയിട്ട് പ്രവാചകൻ എന്താ പറയുക? അവരോട് കൂടെ ഉള്ളതിനേക്കാൾ അധികം എന്നോട് കൂടെ ഉണ്ട്. एक बड़ी सेना को देखकर नबी ने बोला कि उनसे भी ज्यादा लोग हमारे विभाग में हैं। ആമേൻ. आमेन। എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട് ഇത്? कितने लोग समझ पा അപ്പൊ रहे ഒരു हैं? കാര്യം മനസ്സിലാക്കുക, एक बात आप जान അതുകൊണ്ട് लीजिए, ഏറ്റവും പവർഫുൾ ഏരിയയാണ് പിശാച് നോക്കുന്നത്. और इसलिए शैतान सबसे सामर्थ्य स्थान पर ध्यान വേൾഡിൽ देता है। ഇപ്പോൾ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് ദൈവസഭയാണ്. और दुनिया में अभी सबसे सामर्थ्य जगह कलीसिया അതുകൊണ്ട് है। സഭയ്ക്കകത്തോട്ട് കയറും. इसलिए वो कलीसिया में आता है। സഭയ്ക്കകത്ത് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച ഇന്ന് നോക്ക, പണ്ടത്തെ പോലല്ല. പണ്ടത്തെ സഭയിൽ എല്ലാവരും അന്യഭാഷ പറയുന്നവരാണ്. देखो आज जैसा नहीं, पहले की कलीसिया में सभी लोग अन्य भाषा बोलते സഭയൊക്കെ थे। സ്ട്രോങ് ആകുന്നതിന് മുമ്പ് എല്ലാവരും അന്യഭാഷ പറയുന്നവർ, എല്ലാവരും കൈയടിക്കുന്നവർ, എല്ലാവരും പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരും ഒരേ ലെവലിൽ ആത്മാവിൽ വളരുന്നവർ. और पहले सब कलीसिया बढ़ने के पहले ही वो अन्य भाषा में प्रार्थना करते हैं, वो एक साथ रहते हैं, आत्मा में बढ़ते रहते हैं। ഇന്നത്തെ സഭയെ നോക്കിയാൽ മതി, കൈ കെട്ടിയിരിക്കാൻ കുറച്ച് പേര് അവിടെ കാണും. पर आज की कलीसिया में देखो, हाथ बांधकर बैठने के लिए एक झुंड तैयार है। ആമേ. അവരുടെ വിചാരം ദൈവമൊന്നുമല്ല, അവരാ ദൈവമൊന്നും. और उनका सोच ऐसा है कि परमेश्वर महान नहीं, पर वो खुद परमेश्वर അവരങ്ങ് है। സ്വയംഭൂ ആയ പോലെ. वो खुद ही परमेश्वर बन गया है, खुद से ही बढ़कर आया, ऐसा सोचते അങ്ങനെ हैं, അവരുടെ ചിന്ത. वैसा सोचते हैं। അപ്പനും അമ്മയും തന്നെ നിന്ന് ജനിച്ചാണെന്ന് തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടാണ്. और वो इस बात की भी स्वीकार नहीं कर पा रहे कि वो माता पिता से द्वारा जन्म हुआ അവരെ ഏതാണ്ടൊക്കെ കൂട്ടി ഒരഞ്ഞിട്ടുണ്ടായതാണ്. और कुछ बातों को एक साथ मिलाने के बाद उनका उत्पन्न हुआ। എന്നാ ഒന്ന് ഒരച്ചിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കാണിക്കടാ. पर ऐसा अगर आप सोचते हो तो ऐसा कुछ मिलावट कर कर 2 बच्चों को जन्म देकर दिखाओ। ആമേ. ഇങ്ങനെ ഉണ്ടായെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഒരെണ്ണം ഉണ്ടാക്കി കാണില്ല, അത് പറ്റത്തില്ല. वो उन्होंने ये खोज निकाला कि ऐसा जन्म लिया है, पर वैसा ही फिर से कर कर जन्म करके नहीं दिखाती। ഏത് സാധനം ഇതിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ വീണ്ടും അതിനകത്തൊന്നും ഉണ്ടാകണം. अगर इस चीज में से ये बात उत्पन्न हुई है, ये अगर सच है, उसी बात में से और भी अनेक बातें उत्पन्न ബൈബിൾ होनी ആദ്യം है। മുതലേ മനുഷ്യനിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്നാ പഠിപ്പിച്ച്. ഇപ്പോഴും മനുഷ്യനിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നുണ്ട്, കുരങ്ങിൽ നിന്ന് ഒരു മനുഷ്യനും ഇപ്പോഴും ഉണ്ടാകുന്നില്ല. वचन में शुरुआत से ही कहा गया, मनुष्य में से मनुष्य का जन्म हुआ, അല്ലെങ്കിൽ और वो മനുഷ്യനിൽ अभी നിന്ന് भी ഒരു हो रहा है। കുരങ്ങുണ്ടാകണം. पर अगर ऐसा कभी नहीं लिखा कि बंदर में से मनुष्य हुआ है, മനുഷ്യനിൽ നിന്ന് കുരങ്ങും ഉണ്ടാകുന്നില്ല, കുരങ്ങിൽ നിന്ന് മനുഷ്യനും ഉണ്ടാകുന്നില്ല. इसलिए मनुष्य में से कभी एक बंदर जन्म नहीं लेता, एक बंदर से कभी मनुष्य പിന്നെ जन्म അങ്ങ് नहीं വാദിക്കുക കടന്ന്. लेता। ऐसे ही विवाद कर रहे हैं। പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ കർത്താവ് വരും. मैं जानता हूं कि मेरा प्रभु ഈ आएगा, വാദിച്ചവനെ എല്ലാം അന്ന് നിന്നുരുകും. और जिन्होंने भी ये वाद विवाद किया वो सब वहां पर रुककर पिघल जाएंगे। അന്ന് എനിക്ക് ഈ ജാട പറയുന്നവന്മാരെല്ലാം ഒന്ന് വാദിക്കുന്ന കാണണം. और तभी इन जो भी लोगों ने घमंड रूप से कहा, मुझे वो देखने हैं। ഞാൻ പറയുന്ന പിടി കിട്ടിയോ? Amen। എനിക്ക് എൻ്റെ യേശുവിനെ അതുകൊണ്ടാണ് തീർത്തു വിശ്വാസം. इसलिए मैं मेरे यीशु पर पूर्ण रूप से विश्वास എന്റെ करता യേശു हूं। ഈ വചനത്തിൽ പറഞ്ഞതല്ല അന്ന് നടന്നത് ഇന്നും നടക്കുന്നുണ്ട്. और मेरे यीशु ने जो भी इस वचन में लिखा है, जो वो दिन हुआ वो आज भी हो रहा है। 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും അത് ഇന്നും നടക്കുന്നുണ്ട്. 10,000 पहले हुआ बात लिखा होगा तो वो आज भी हो रहा है। കോടിക്കണക്കിന് വർഷം മുമ്പായിരിക്കാം നടന്നത്, അത് ഇന്നും നടക്കുന്നുണ്ട്. करोड़ों साल पहले हुआ होगा, पर वो आज भी हो रहा है। ആമേൻ. ആമേൻ. ആദിയിലെന്ന് എഴുതിയിട്ടതിന് എത്ര വർഷം ഉണ്ടെന്ന് ഇതുവരെ ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. आदि में ऐसा जो वचन लिखा है उसका ये कितना साल था वो कोई साबित नहीं കൊച്ചു कर കൊച്ചു ബുദ്ധിയിൽ അത് 2000, 6000, 8000 എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴും പറയുന്നു അതിനപ്പുറത്താ. सीमित बुद्धि में लोग कह रहे हैं वो 2000 साल पहले, 6000 साल पहले ऐसा है, अभी भी वो गिनती बदल रहे हैं। ആദിയിൽ ദൈവം ആകാശം ഭൂമി ഇതിന് തന്നെ ആയിരക്കണക്കിന് വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. आदि में परमेश्वर ने आकाश और पृथ्वी को बनाया। ആകാശം ഭൂമി, आकाश और पृथ्वी, ആകാശം പൃഥ്വി. ഭൂമി ഇത് രണ്ടും പറഞ്ഞതിന് ആയിരക്കണക്കിന് വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. ये दो बात जो कही है उसके बीच ही अनेक हजारों सालों का फर्क है, എന്നാലും ആകാശവും ഭൂമി ഇപ്പോഴും ഉണ്ട്. पर फिर भी आकाश और भूमि आज भी है। ആമേൻ, ആമേൻ. ഈ ബൈബിളിൽ ഭൂമി പരന്നാണെന്ന് എഴുതിയിട്ടില്ല, ഉരുണ്ടാണെന്ന് എഴുതിയിട്ടില്ല. इस बाइबल में ऐसा नहीं लिखा है कि पृथ्वी यहाँ पर गोल है या फ्लैट, പക്ഷെ അതിന്റെ രൂപം അതെങ്ങനെ ഉണ്ടായെന്ന് എഴുതിയിട്ടുണ്ട്. पर वो कैसे बनाया गया वो वचन कहता है। കണ്ടുപിടിച്ചവർ പറഞ്ഞു ഇപ്പോഴത്തേന് ഒത്തിരി മാറ്റം വന്ന ഭൂമിയാണെന്ന്. जिन्होंने खोज निकाला वो कहते हैं कि अभी की पृथ्वी बहुत बदलावट से गई है। ബൈബിൾ തന്നെ എഴുതിയിട്ടുണ്ട് 3 മാറ്റം വന്നിട്ടുണ്ടെന്ന്. वचन खुद बोलता है कि 3 बदलावट आई है। ആമേൻ.
അപ്പൊ എല്ലാം ഇതിനകത്തുണ്ട്. तो सब कुछ वचन में है, ഇതിനകത്തുള്ളതാ നീയൊക്കെ ഈ കണ്ടുപിടിക്കുന്നത്. तो जो वचन में है वही तुम लोग खोज निकाल ഇതിനകത്ത് रहे हो। ഇല്ലാത്തൊന്നും കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ പറയാം, इसमें जो नहीं है वो खोज निकालो, फिर हम बात करेंगे। ഇതിനകത്ത് ഇല്ലാത്തൊന്നും കണ്ടുപിടി. इसमें नहीं അങ്ങ് है, ഭയങ്കര इसका खोज കണ്ടുപിടുത്തല്ലേ? निकालो। बड़े डिस्कवरी ഭയങ്കര കണ്ടുപിടുത്തല്ലേ? बहुत कुछ ഇത് खोज പറഞ്ഞല്ലോ निकाल रहे हैं। സ്വർഗം ഉണ്ടെന്ന്, സ്വർഗം ഇല്ലെന്നൊന്നും കണ്ടുപിടി. അത് കണ്ടുപിടിച്ചില്ലല്ലോ. ये वचन ने कहा है स्वर्ग है, पर तो तुम मुझे खोज कर दिखाओ कि स्वर्ग नहीं है, ऐसा साबित करो। സ്വർഗം കണ്ടുപിടിച്ച് ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. अभी तक അതിനെക്കുറിച്ച് ഒരെണ്ണത്തിന് മിണ്ടുകയും വേണ്ട. कोई और उसके बारे में बोल भी नहीं रहा। ഇവിടെ കിടന്നുകൊണ്ട് ആകാശത്ത് കിടക്കുന്ന 4 നക്ഷത്രങ്ങളും 10 ഗാലക്സികളും പിന്നെ ഇവിടെ കിടക്കി ഇത് കണ്ടുപിടിച്ചിട്ട് ഇത് വെച്ചിട്ട് അങ്ങ് വാദിക്കുക. और इस पृथ्वी पर रहकर कुछ नक्षत्र, कुछ गैलेक्सीज पर रखकर वाद विवाद कर रहे हैं। കാരണം പിശാചിന് അറിയാൻ ചിലതിന് ഇത്രയും ബുദ്ധിയേ ഉള്ളെന്ന്. शैतान जानता है कि कुछ लोगों में इतना ही बुद्धि, അവരെ അത് വെച്ചിട്ട് മരവിപ്പിച്ച് അവിടെ ഇരുത്തിയേക്കുക. और वही रखकर उनको वहां पर दबा दिया गया। അവരെ വേണ്ട പിശാചിന്. शैतान को उनकी जरूरत കാരണം नहीं है। അവർക്ക് ഇത്രേ ഉള്ളൂ എന്ന് അവർക്കറിയാം. പിശാചിനറിയാം. शैतान जानता है कि ये लोग केवल इतना ही है। പക്ഷെ ദൈവസഭയ്ക്കകത്ത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ കയറിയിരുന്ന അന്യഭാഷ പറയുന്ന അമ്മമ്മയെ കാണുമ്പോൾ പിശാച് പറയും എനിക്ക് വേണം. पर कलीसिया में बैठने वाली एक माँ जिनको पढ़ाई लिखाई नहीं है, जब वो अन्य भाषा बोल रही है, കാരണം शैतान बोलता है मुझे അവിടെ उसकी ജ്ഞാനമല്ല जरूरत വേണ്ടേ, है, क्योंकि उसे ज्ञान नहीं അവിടെ चाहिए, കഴിവല്ല വേണ്ടേ, उसकी काबिलियत नहीं അവിടെ അകത്ത് चाहिए, സ്വർഗത്തിൽ നിന്ന് പകർന്ന ഒരു പവർ ഉണ്ട്. पर उनके अंदर आया स्वर्ग का एक सामर्थ्य है, അതാണ് അവന് വേണ്ടത്. वो शैतान को चाहिए। അതിന്റെ കൂടെ വന്ന ചിലതുണ്ട്, उसके साथ आया അതാണ് वो അവന് कुछ है, വേണ്ടത്. वो शैतान को चाहिए। നിങ്ങളെ എന്തുകൊണ്ടാ പിശാച് നോട്ടമിട്ടെന്നറിയോ? शैतान ने आप पर क्यों नजर നിങ്ങൾക്ക് बनाई है? സൗന്ദര്യം ഉള്ളതുകൊണ്ടല്ല, इसलिए नहीं क्योंकि आप खूबसूरत हो, വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ല, इसलिए नहीं आप पढ़े लिखे हो, സമ്പത്തുള്ളത് കൊണ്ടല്ല, इसलिए नहीं क्योंकि आप धनवान हो, സ്വർഗത്തിലേത് നിങ്ങളുടെ മേൽ വന്നു. स्वर्ग का आपके ऊपर आया है, പലർക്കും കിട്ടാത്തത്, जो बहुत लोगों को नहीं मिला, പലർക്കും മനസ്സിലാകാത്തത്, बहुत लोग समझ नहीं पाए, പലർക്കും ഗ്രഹിക്കാൻ बहुत കഴിയാത്തത്, लोग ग्रहण नहीं कर ഈ पाए, വേൾഡിന് പിടികിട്ടാത്തത്, वो जो दुनिया ग्रहण नहीं എടാ कर पाए, നിനക്കും മനസ്സിലാകാത്തത് आपको जो बस समझ में പിശാചിന് आता, മനസ്സിലായടാ. वो शैतान को समझ में അതുകൊണ്ട് आया, അവൻ നിന്നെ നോട്ടവിടുന്നു. इसलिए वो आप पर अपनी नजर बनाए रखता है। ആമേൻ, ആമേൻ. हालेलुया। ഉറക്കെ ഇതിനകത്ത് आप इस बात में दृढ़ हो जाए। നമ്മൾ നോക്കുമ്പോൾ എല്ലാ സൺഡേ വന്ന് നമ്മൾ ഇവിടുന്ന് കൈയടിക്കുന്നു, हम देखते हैं हम हर रविवार आकर ताली बजा रहे हैं, സ്വത്രാഴ്ച ഇടുന്നു, दान अर्पण कर रहे हैं, ദൈവം എന്ന് പറയുമ്പോൾ തുള്ളുന്നു, जब परमेश्वर बोल रहे हैं हम नाच रहे हैं, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയുന്നു. परमेश्वर का प्रेम बोल रहे हैं तो हम रो रहे हैं। പലർക്കും ഇത് പൊട്ടത്തരമായിട്ട് തോന്നും. बहुत लोगों के लिए मूर्खता है। പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, एक बात समझ लीजिए, നീ അറിയാതെ സ്വർഗത്തെ ഡൗൺലോഡ് ചെയ്യുക. आप जाने बिना ही आप स्वर्ग में से चीजों को प्राप्त कर रहे हैं। ആമേൻ, हालेलुया। ആമേൻ. സ്വർഗം നിന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുക. स्वर्ग आपके अंदर आ അടരബ रहा है। ഹസന്തരാദിയാന. സ്വർഗം നിന്റെ കണ്ണിലൂടെ, स्वर्ग आपके आंख के द्वारा, സ്വർഗം നിന്റെ നാവിലൂടെ, स्वर्ग आपके जुबान के സ്വർഗം നിന്റെ द्वारा, കരത്തിലൂടെ, स्वर्ग आपके हाथ के സ്വർഗം നിന്റെ द्वारा, കാലിലൂടെ, स्वर्ग आपके पैर സ്വർഗം के നിന്റെ द्वारा, രോമകൂപങ്ങളിലൂടെ स्वर्ग आपके बालों के द्वारा, ഓ നിന്നിലേക്ക് വെളിപ്പെട്ടോണ്ടിരിക്കുക. आपके द्वारा प्रकट होते रह रहा है। എടാ ഇത് ഇവിടുത്തെ ഒരു ബുദ്ധി രാക്ഷസനും പിടികിട്ടത്തില്ല. यहाँ के कोई भी जो है बुद्धिमान व्यक्तियों को समझ में नहीं ഞാൻ എന്നോട് आएगा। ബൈബിൾ വെച്ച് അങ്ങ് പറയുക, बाइबल के शब्दों में ബുദ്ധി कहते हैं, രാക്ഷസനെന്ന് അവകാശപ്പെടുന്ന മന്ദബുദ്ധിക്ക് ഇത് പിടികിട്ടത്തില്ല. वो मंद बुद्धि जो ये घमंड से कहता है कि वो सबसे बुद्धिमान व्यक्ति है, वो കാരണം भी समझ ബൈബിൾ नहीं പറയുന്നു पाएगा। ഇവിടുത്തെ ബുദ്ധിമാന്മാരെല്ലാം പൊട്ടന്മാരാണ്. क्योंकि वचन कहता है कि दुनिया के बुद्धिमान मान लो ആരാണോ ദൈവകൃപയുള്ളവൻ അവനാണ് ഏറ്റവും ബുദ്ധിമാൻ. पर जिसके अंदर परमेश्वर का कृपा है वो सबसे बुद्धिमान ഒന്ന് है। കൊരിന്തി 1 അധ്യായത്തിലുണ്ട്. कुरिन्थियों का पहला पत्री पहले अध्याय में वो वचन है। എന്താ അവിടെ എഴുതിയേക്കുന്നത്? वचन क्या कहता है? ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന് ഭോഷത്താ. और इस दुनिया का ज्ञान परमेश्वर के लिए मूर्खता है। ആമേൻ. हे भाइयों, हाँ। अब तनिक सोचो कि जब परमेश्वर ने तुम्हें बुलाया था तो तुम में से बहुतेरे न तो संसारिक दृष्टि से बुद्धिमान थे और न ही शक्तिशाली। हाँ। तुम में से अनेक का सामाजिक स्तर भी कोई ऊंचा नहीं था, ആ बल्कि हाँ। परमेश्वर ने तो संसार में जो तथाकथित मूर्खता पूर्ण था। ഒരു മിനിറ്റ്. ദൈവം ഇവിടുത്തെ വലിയ ജ്ഞാനീന്ന് അവകാശപ്പെടുന്നവന് ഇട്ട് പണി കൊടുക്കാൻ, നമ്മുടെ ഭാഷ പറഞ്ഞു പണി കൊടുക്കാൻ ദൈവം കണ്ടുപിടിച്ച ആരെയാ? और इस दुनिया हाँ। के सबसे बुद्धिमानी व्यक्ति का विरोध करने के लिए परमेश्वर ने यहाँ किसे रखा है? വിരോധമല്ല മോനെ, വിരോധമല്ല, അത് തെറ്റാ. പണി കൊടുക്കാന്ന് പറഞ്ഞാൽ
അവനെ सबक सिखाने के लिए, उनको सबक सिखाने के लिए किसको परमेश्वर ने यहाँ पर रखा? ഓ നമ്മളെ പോലുള്ള പൊട്ടന്മാരെ പോഷന്മാര് हमारे जैसे मूर्ख लोगों को परमेश्वर ने रखा है। ഇന്ന് നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഞങ്ങൾ പൊട്ടന്മാരായിരിക്കും. आज जो आप जो हमें सुन रहे हो, आपको हम मूर्ख लगते हो, പക്ഷെ ഒരിക്കൽ യേശു തെളിയിക്കും पर एक दिन यीशु साबित करेगा ഞങ്ങളായിരുന്നു ജ്ഞാനികളെന്ന്. हम सबसे ज्ञानी थे, ആമേൻ. ഞങ്ങളായിരുന്നു हम ജ്ഞാനികളെന്ന്. सबसे ज्ञानी थे। യേശു വരും, ഇന്ന് നിന്റെ തല കയറത്തില്ല. यीशु आएगा, ये हम बोल रहे हैं, आपके दिमाग में ഞങ്ങൾ नहीं जाएगा। പോകും, ഇത് നിന്റെ തല കയറത്തില്ല. हम जा रहे हैं ऐसे बोलेंगे तो आपको समझ में नहीं आएगा। യേശു ഈ ലോകത്തെ ഭരിക്കും, ഇത് നിന്റെ തല കയറത്തില്ല. यीशु इस दुनिया पर राज करेगा, ये ഈ आज समझ ദിവസങ്ങളിൽ नहीं पा എന്റെ रहे। യേശു വരും. इन दिनों में मेरा यीशु അന്ന് आएगा, നിന്റെ വാ തുറക്കണം. वाह तभी आपका जुबान खुले, അന്ന് ഈ ലോകത്തിന്റെ വാ തുറക്കണം. उस दिन ये दुनिया के जुबान खुले, മറുപടി തരണം. वो उत्तर दे। ഞങ്ങൾ പോകും, हम जाएंगे, മറുപടി തരണം. वो उसका उत्तर देना तो ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ. जो है ज्ञानियों को लज्जित करने के लिए। യേശു അവിടെ മേളിൽ എന്താ പറഞ്ഞു? ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ കുറവെന്ന്. यीशु ने कहा ऊपर के वचन में, संसार के हिसाब से ज्ञानी लोग कम हैं। അപ്പൊ ഈ പറയുന്ന ഞങ്ങൾ ജ്ഞാനിയെന്ന് അവകാശപ്പെടുന്നവനെ ലോകം അംഗീകരിച്ചിട്ടില്ല ഇതുവരെ ജ്ഞാനിയാണ്. तो जो अभी अपने आप में ज्ञानी ऐसे घमंड करते हैं, उनको दुनिया ने भी स्वीकार नहीं അപ്പൊ किया। എന്റെ ഭാഷ പറയുക, मेरे भाषा में कहते കൊരങ്ങൻ പരിണമിച്ച മനുഷ്യനുണ്ടായി എന്ന് പറഞ്ഞ ജ്ഞാനിയെയും ലോകം ഇതുവരെ ജ്ഞാനിയായിട്ട് അംഗീകരിച്ചില്ല. और बंदर में से मनुष्य जन्म होकर आएगा ऐसे कहे हुए ज्ञानी को अभी तक दुनिया ने स्वीकार नहीं किया। കുറച്ചുപേര് അംഗീകരിച്ചു, कुछ लोगों ने स्वीकार किया। അതേ കാലഘട്ടത്തിൽ തന്നെ കുറച്ചുപേര് അത് പൊട്ടത്തരാന്ന് തെളിയിച്ചു. उसी जमाने में कुछ लोगों ने साबित कर दिया कि वो ज्ञान बेवकूफी है। അവൻ ബുദ്ധിമാനാന്ന് പറയുന്നവനേക്കാൾ കൂടുതൽ അവൻ പൊട്ടനാന്ന് പറയുന്നവരാ ഇപ്പൊ കൂടുതൽ. और अभी सबसे ज्यादा लोग ये कह रहे हैं कि वो जिसने कहा वो मूर्ख है, बुद्धिमान नहीं है। ആമേൻ. आमीन। ഇപ്പൊ പിടികിട്ടിയോ ആ വാക്യത്തിന്റെ പൊരുള്? इस वचन के അടുത്ത रहस्य നോക്ക്. को हम समझ पाएं। ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. और संसार में दुर्बलों को चुना ताकि शक्तिशाली है वे लज्जित हो। ഇവിടെ അവകാശപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഞങ്ങളങ്ങ് ബലവാന്മാരാണ്. यहाँ पर बहुत लोग कहते हैं कि हम बलवान हैं। കർത്താവ് പറഞ്ഞു അവർക്കൊന്നുമില്ല. प्रभु कहता है उनके पास कुछ नहीं है। അവനെയൊക്കെ ഒതുക്കാൻ രണ്ട് ശത്രുവിനെ വെച്ചാൽ മതി. उन्हें सब दबा देने के लिए दो शत्रु को रख दो। ഓപ്പോസിറ്റ് ഒരു വലിയ ബലവാനാന്ന് പറഞ്ഞവനെ ഓപ്പോസിറ്റ് ഒരുത്തനെ നിർത്തിയാൽ മതി, അവന്റെ തീർന്നു പരിപാടി. एक बड़े बलवान के सामने दो शत्रु को रखो, वो सब खत्म हो जाएंगे। പക്ഷെ നമുക്ക് പ്രത്യേകത സാക്ഷാൽ പിശാചെതിരെ നിന്നാലും നമ്മൾ ബലവാന്മാരാ. पर हमारी खासियत क्या है? शैतान को खुद हमारा विरोध करने लगा है, आमीन। फिर भी हम बलवान हैं। മനുഷ്യനല്ല, മനുഷ്യൻ സാക്ഷാൽ नहीं। പിശാച് നമുക്ക് എതിരെ നിന്നാലും നമ്മൾ ബലവാന്മാരാ. शैतान खुद हमारा खिलाफ करे तो भी हम बलवान हैं। ആമേൻ. आमीन। ആമേൻ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ये लोग समझ पा रहे हैं। അടുത്ത വായിച്ച്. परमेश्वर ने संसार में उन्हीं को चुना जो नीच थे, जिनसे घृणा की जाती थी। എന്താ വായിച്ചേ? ഉള്ളതിനെ ഇല്ലാതാക്കാൻ നമ്മളെ തെരഞ്ഞെടുത്തു. और जो है जो नीच थे, परमेश्वर ने संसार में उन्हीं को चुना जो नीच थे, जिनसे घृणा की जाती थी और जो कुछ भी नहीं है। परमेश्वर ने इन्हें चुना ताकि संसार जिसे कुछ समझता है उसे वो नष्ट कर सके। ഏതും ഇല്ലാത്തവർ. ऐसा लिखा है कि वो कुछ भी नहीं है। നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. हमारे बारे में ये ऐसा कहा, പക്ഷെ നമ്മുടെ പവർ എന്താ? पर हमारा सामर्थ्य क्या है? ഉള്ളതില്ലാതാക്കും. जो है उसे भी हम मिटा देते हैं। ഇപ്പൊ പിശാച് നമ്മളെ നോക്കാതിരിക്കുവോ? तो इसके बाद क्या शैतान हम पर ध्यान नहीं देगा? പലതും ഇല്ലാതാക്കണമെങ്കിൽ അതിനുള്ള രഹസ്യം ആരുടെയിലേ ഉള്ളൂ. बहुत चीजों को अगर मिटा देना है, उसका रहस्य किसके पास है? ആമേൻ. ഉള്ളതിനെ ഇല്ലാതാക്കാനുള്ള തെരഞ്ഞെടുപ്പ് ആരുടെ മേല? നമ്മുടെ മേല. जो है उसको मिटा देने का चुनावट हमारे ऊपर है। ആമേൻ. അതുകൊണ്ട് പിശാചിന് പലതും ചെയ്യണമെങ്കിൽ സീക്രട്ട് നമ്മുടെ കയ്യിലാണ്. इसके लिए शैतान को अगर कुछ करना है, उसका रहस्य हमारे पास है। ബലവാനെ ലജ്ജിപ്പിക്കാനുള്ള സീക്രട്ട് നമ്മുടെ കയ്യിൽ. बलवान को लज्जित करने का रहस्य हमारे पास है। ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനുള്ള സീക്രട്ട് നമ്മുടെ കയ്യിൽ. ज्ञानियों को लज्जित करने का रहस्य हमारे पास है। ഉള്ളതില്ലാതാക്കാനുള്ള സീക്രട്ട് നമ്മുടെ കയ്യിൽ. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞ് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. इसलिए परमेश्वर ने हमसे कहा कि हम उसके तंत्रों से अनजान नहीं हैं।
നമ്മളത് ഓർമ്മ വേണം. हमें उसे याद रखना है. നമ്മുടെ കയ്യിലെ പവർ മതി അവന് കളിക്കാൻ. हमारे अंदर की सामर्थ काफी है उसे അതുകൊണ്ടാണ് प्रभावित നമ്മൾ होने के लिए. നമ്മളെ ഗാർഡ് ചെയ്യണമെന്ന് ഈ പറയുന്നത്. इसके लिए वचन कहता है कि हम अपने आप को ഇപ്പൊ संभालें. മനസ്സിലായി ഏറ്റവും പവർഫുൾ സ്ഥലം ഏതാന്ന്? സഭയാന്ന്. तो क्या हम अभी समझ पाए कि सबसे सामर्थ्य जगह कलीसिया ലോകത്തെ है? ലോകത്തെ മുഴുവൻ ഗ്രൂപ്പിനെയും കൂടെ മൂന്നിടത്ത് കൊണ്ടുവന്നു. മൂന്നെണ്ണത്തിനകത്ത് जो है दुनिया के सारे झुंड को एक जो है 3 स्तरों में लाए. ജ്ഞാനികൾ, ज्ञानी लोग, ബലവാന്മാർ, बलवान लोग, കുലീനർ. जो है सबसे सामर्थी श्रेष्ठ लोग. हे भाइयों, हम अब तनिक सोचो कि जब परमेश्वर ने तुम्हें बुलाया था हाँ। तो तुम में से बहुतेरे न तो सांसारिक दृष्टि से बुद्धिमान थे हाँ। और न ही शक्तिशाली. ആ तुम में से अनेक का सामाजिक स्तर भी कोई ऊंचा नहीं था. ആ അതെ, മൂന്നായിട്ട് അങ്ങ് തിരിച്ചു. 3 विभाग में से ഈ विभाग दिए. മൂന്ന് ഗ്രൂപ്പിനെ ഒതുക്കാനുള്ളതിനെ ഒരുമിച്ച് കെട്ടിയ സ്ഥലത്തിന്റെ പേരാ സഭ. और इस 3 झुंड को एक साथ दबा देने के लिए एक झुंड को चुना, उसका नाम है कलीसिया. ആമേൻ. ഈ മൂന്നിനെ ഒതുക്കാൻ സഭയിലെ ഒരാൾ മതി. इस तीनों झुंड को दबा देने के लिए एक झुंड काफी, उसका नाम है ആമേൻ. कलीसिया. ഞാൻ എൻ്റെ ഭാഷ പറയും. അഭിഷേകം പ്രാപിച്ച് मैं शब्दों में कहता हूं, ദൈവ अभिषेक प्राप्त कर कर സാന്നിധ്യത്തിൽ കുനാൽ നടന്ന കുനാൽ മതി. अभिषेक प्राप्त कर कर परमेश्वर की उपस्थिति में अगर कुनाल भी चले तो वो अकेला काफी है. അതിനാ അവനെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്. इसलिए उसे संडे स्कूल सिखाते हैं. അതിനാണ് അവനെ ഇപ്പോഴേ ട്രെയിൻ ചെയ്യിക്കുന്നത്. इसलिए उसे अभी से ट्रेन അതിനാണ് ഞാൻ ഇവരോട് പറഞ്ഞ കൈയടിക്കാൻ. इसलिए मैं उनसे कहता हूं ताली बजाओ. കാരണം ഒരു 15 വർഷം കഴിഞ്ഞിട്ടല്ല അവർ അഭിഷേകത്താന്ന് അറിയണ്ടേ. क्योंकि वो 15 साल बाद नहीं अभिषेक ഇപ്പം से भरना നിറയണം. है. अभी भरना. ഇപ്പോഴേ അവരെ പേടിക്കണം പിശാച്. अभी से ही शैतान उनसे डरे. പിശാചിന്റെ നോട്ടപ്പുള്ളികളായി അവർ മാറണം. शैतान उन पर नजर रखने वाले ഞാൻ वैसे लोग बन जाए. ഒരു രഹസ്യം പറഞ്ഞോട്ടെ. एक रहस्य बात നിങ്ങൾ പിശാചിന്റെ നോട്ടപ്പുള്ളികളാ. शैतान का नजर आपके ऊपर ഓ है. നിങ്ങൾ നോട്ടപ്പുള്ളികളാ. കാരണം എന്താണെന്നറിയോ? उसका कारण क्या है? ഓ അവൻ അറിയാം ഈ പട്ടണത്തിൽ കാശുള്ളവനല്ല കരുത്തൻ. क्योंकि शैतान जानता है यहाँ पर पैसा वाला नहीं है सामर्थ्य. രാഷ്ട്രീയമല്ല കരുത്തൻ. राजनीतिक जो है पॉलिटिक्स वाला नहीं है വലിയ सामर्थ्य. ഗുണ്ടാസങ്ങൾ കൂടെയുള്ളവനല്ല കരുത്തൻ. जिसके साथ बड़े गुंडे हैं वो नहीं അവരുടെ है ഒന്നും ഒരു सामर्थ्य. ഐഡിയയും ഇല്ല. उनके पास कोई तंत्र नहीं എന്നാൽ है. ഐഡിയ ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. पर योजनाओं को ले चलने वाला एक അതിന്റെ झुंड പേരാ है. സഭ. उसका नाम है कलीसिया. അതിന്റെ പേരാ സഭ. उसका नाम है അവര് कलीसिया. മുട്ടുകുത്തിയാൽ ഐഡിയയാ. वो अगर घुटना टेके तो അവര് आइडिया, കൈയടിച്ചാൽ ഐഡിയയാ. ताली बजाए तो അവര് योजना उत्पन्न സ്തുതിച്ചു होती है. പോയാൽ ഐഡിയയാ. वो अगर एक साथ मिल അവര് जाए तो സ്തോത്രാഴ്ച ഇട്ട ഐഡിയയാ. दान अर्पण करे तो भी युक्ति बाहर आती है. പലതിനെയും ബ്രേക്ക് ചെയ്യും അവരുടെ ഒരു സ്തോത്രാഴ്ച. उनके दान अर्पण बहुत सारे चीजों को तोड़ അവർ देती है. ഒരുമിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞ പലതും ബ്രേക്ക് तो ആവും. एक साथ हालेलुया बोले तो सब कुछ എത്ര टूट പേർക്ക് जाता है. മനസ്സിലാകുന്നുണ്ട്? ഒരു വെപ്പൺ ഇല്ലാതെ कोई हथियार के बिना. 7-ാം ദിവസം 7-ാമത്തെ പ്രാവശ്യം ചുറ്റിട്ട് ഒരു സ്തോത്രം പറഞ്ഞപ്പം ലോകം കണ്ട ഏറ്റവും വലിയ മതിൽ ഇടിഞ്ഞെങ്കിൽ അവരുടെ സ്തോത്രത്തിനകത്തുണ്ട് സൂത്രം. बिना कोई हथियार के 7वें दिन में 7वें राउंड मारकर जब आमेन. उन्होंने एक साल चिल्लाया बिना कोई हथियार उपयोग किए, दुनिया ഇപ്പൊ का തന്നെ അത് ഉപയോഗിച്ചോണം. सबसे बड़ा दीवार अगर ഇവിടെ गिर ഇരുന്ന് गया സ്തുതിച്ചോണം. तो अभी ചില आप स्तुति കോട്ടകൾ करना शुरुआत പൊളിയട്ടെ. करें. कुछ दीवारें ചില गिर കോട്ടകൾ जाए. പൊളിയട്ടെ. कुछ दीवारें गिर जाए. പിശാച് പ്ലാൻ ചെയ്ത കോട്ടകൾ പൊളിയട്ടെ. शैतान ने योजना की दीवारें गिर അവൻ जाए. നിന്റെ സ്തോത്രം നിർത്താൻ നോക്കുമ്പോൾ शैतान जब आपके स्तुतियों को रोकना നിന്റെ चाहे, സ്തോത്രം നീ കൂട്ടി അവന്റെ പ്ലാൻ പൊളിക്കണം. आमेन, आप आपके स्तुतियों को बढ़ाकर उसके तंत्रों को तोड़ दो. എത്ര പേർക്ക് മനസ്സിലായി? आमेन. ഒന്നുകൂടെ പറയുക. और एक बार बोलता हूं, അവൻ നിന്റെ സ്തോത്രം കുറയ്ക്കാൻ നോക്കുക. शैतान आपकी स्तुतियों को कम ഐഡിയാസ് करना പുറത്തു चाहता है, വരാതിരിക്കാൻ. ताकि आइडियाज बाहर नहीं आए. ആമേൻ आमेन. ആമേൻ. അവർക്ക് ഈ സ്തോത്രം പറഞ്ഞപ്പോൾ അറിയായിരുന്നു ഈ മതിലിടിയുമെന്ന്. जब वो लोग स्तुति दे रहे थे, क्या वो जानते थे कि ये दीवार गिरेगा? അപ്പൊ അവരുടെ സ്തോത്രത്തിനകത്ത് ആ ഐഡിയ ഇരിക്കുക ഇവർക്ക് അതറിയത്തില്ല. तो उनके उस स्तुति में वो आइडिया छुपी है, वो उसे नहीं जानते. ആ വെപ്പൺ സ്തുതിക്കുമ്പോൾ പൊടിയുന്ന ഒരു വെപ്പൺ, ആ സീക്രട്ട് അവരുടെ സ്തുതിക്കാത്തിരിക്കുക. और स्तुति करते टाइम ये टूटेगा, वो हथियार उनके स्तुतियों में छुपा है. ഞാൻ പറഞ്ഞ പടി കിട്ടിയോ? क्या आप समझ पाए? അവര് സ്തുതിച്ച് തീരുന്നിടം വരെ അവരറിയുന്നില്ല കോട്ട ഇങ്ങനെ ഇടിയുമെന്ന്. കാരണം അവർ കണ്ടിട്ടില്ല. उनकी स्तुति कर कर खत्म होने तक वो नहीं जानते कि ये दीवार गिरेगा, क्योंकि वैसा कभी उन्होंने देखा नहीं. ആമേൻ. ഒന്നുകൂടെ മനസ്സിലാവറ. മോശ എടുത്ത് ചെങ്കടലിന് നേരെ വടി നീട്ടി. मूसा ने जो है लाल समंदर की ओर छड़ी को बड़ा किया.
ഇത് വടി ഇവൻ്റെ കിട്ടിയിട്ട് വർഷങ്ങളായി. ये छड़ी उसके हाथ में आकर साल हो गए. അത് നീട്ടിയ വെള്ളം മാറുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അവൻ അവിടെ വന്നുകൊണ്ട് കരയോ? और अगर वो ये जानता था कि ये छड़ी लंबा करो तो ये समुद्र भी भागा जाएगा, ഇല്ല. तो क्या उसके सामने वो ദൈവം रुककर रोता था? नहीं. ദൈവം പറഞ്ഞു വടിയെടുത്ത് നീട്ടടാ. प्रभु कहता है कि तू तेरे छड़ी को बढ़ाकर. ആമേൻ. അപ്പൊ ആ വടിയെടുത്ത് നീട്ടിയാൽ ഈ ചെങ്കടൽ മാറുന്ന ഒരു സീക്രട്ട് ആ വടിയിലുണ്ട്. तो इस छड़ी को बढ़ा करे और समुद्र दो भागा जाएगा, ये रहस्य वो छड़ी में है. ഞാനിത് പറഞ്ഞുതരാം. ये मैं बताता हूँ. ഈ വടി നോർമൽ വടിയായിരുന്നു, ये छड़ी साधारण छड़ी थी. അല്ലേ? നോർമൽ വടിയായിരുന്നു. साधारण छड़ी थी. ഇത് മോശയുടെ കയ്യിലുണ്ടായിരുന്നു. ये मूसा के हाथों में था. മോശ ആദ്യമായിട്ട് ദൈവത്തെ കണ്ടപ്പോ मूसा ने जब पहले बार ഈ परमेश्वर को വടി देखा, താഴെ ഇടാൻ പറഞ്ഞു. ये छड़ी नीचे रख देने को प्रभु ने कहा. ഈ താഴെ ഇടുന്നിടം വരെ ഇത് ആരുടെ വടിയാ? नीचे डालने तक ये छड़ी किसकी थी? മോശയുടെ വടിയാ. मूसा की छड़ी थी. തിരിച്ചിട്ട് ദൈവം പറഞ്ഞു ആ വടി ആരായി മാറി? പാമ്പായി മാറി. प्रभु ने जब कहा वो छड़ी नीचे डालो, वो छड़ी फिर सांप के रूप में बदल गई. ആ വാക്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കണം. ശ്രദ്ധിച്ചേ, മോശ താഴെ ഇട്ടപ്പം താഴെ ഇടുന്നതിനും വരെ ഇത് വടിയാ. मूसा जब तक वो छड़ी नीचे नहीं डालता तब तक वो छड़ी വടിയല്ലേ? मूसा की है. അല്ലേ? या ഇട്ടപ്പോ അത് എന്തായി മാറി? पर जब वो छड़ी नीचे डाला गया वो क्या बन गया? പാമ്പായി മാറി. सांप में बदल गया. തിരിച്ച് ദൈവം വടിയെടുക്കാനാന്ന് പറഞ്ഞ പാമ്പിനെ പിടിക്കാനാന്ന് പറഞ്ഞു. और फिर से परमेश्वर ने क्या उससे कहा कि तू सांप को उठा या छड़ी को അവൻ उठा? പിടിച്ചത് വടിയേലാണോ പാമ്പിനെയാണോ? मूसा ने क्या सांप को पकड़ा या छड़ी को पकड़ा? പറ. പാമ്പിനെ അവൻ പിടിച്ച് मूसा ने അതിന്റെ सांप തലയ്ക്ക് को- പിടിച്ചെന്നാ എഴുതിയേക്കുന്നത്. मूसा ने വാലിന് सांप के പിടിച്ചെന്നാ. सिर- उसके पूंछ को पकड़ लिया. വാലിന് പിടിച്ചെന്നാ. സാധാരണ പാമ്പിനെ പിടിക്കുന്ന തലയ്ക്കാ, ഇവനോട് പറഞ്ഞു വാലെ പിടിക്കാൻ. और साधारण रूप में सांप के सिर को पकड़ते हैं, पर मूसा से कहा वाक्यमायरे, उसके चोटी वाक्यमायरे। को पकड़ लो. വാക്യമായത് तब परमेश्वर ने कहा हाँ। अपनी लाठी को जमीन पर फेंको. हाँ। इसलिए मूसा ने अपनी लाठी को जमीन पर फेंका हाँ। और लाठी एक सांप बन गई. എന്തോ താഴെ ഇട്ടത്? ലാഠി लाठी അല്ലേ? അതെന്തോ ആയി മാറി? सांप. പാമ്പായി മാറി. മോശയോട് എന്താ എടുക്കാൻ പറഞ്ഞ്? പറ. मूसा डरा और इससे दूर भागा. हाँ। किंतु यहोवा ने मूसा से कहा हाँ। आगे बढ़ो और सांप की पूंछ पकड़ लो. ആമേൻ. വടിയെടുക്കാനല്ല പറഞ്ഞ്, ആ പാമ്പിനെ എടുക്കാനാ പറഞ്ഞു. लाठी उठाने के लिए नहीं कहा. അപ്പൊ അവിടെ ചില सांप की पूंछ पकड़ लो. സംഭവിച്ചിട്ടുണ്ട്. तो उस जगह पर कुछ हुआ है. അവന്റെ വടി കയ്യിൽ നിന്ന് പോയി. मूसा का छड़ी गायब हो गया. ദൈവം രൂപാന്തരം പെടുത്തിയ സാധനം ഇപ്പൊ അവൻ എടുക്കാൻ പോകുന്നു. परमेश्वर ने बदल दिया उस सामान को, वो उठाने वाला है. പറഞ്ഞ പടി കിട്ടിയോ? आमेन. വടിക്ക് രൂപാന്തരം വന്നു. उस छड़ी में बदलावट आई. അതൊരു ജീവനുള്ളതായി മാറി. वो अभी जीवन वाली वस्तु ദൈവം बन गई. പറഞ്ഞ ആ ജീവനുള്ളതിനെ പിടി നീ. परमेश्वर कहा उस जीवन की वस्तु को पकड़ ഇത് ले. കയ്യിലെട്. ये हाथ में उठा. ഇനിയുള്ള യാത്ര ഈ വടി തീരുമാനിക്കും. अभी आगे का सफर ये लाठी निर्णय അടരബ करेगा. ഹസന്തരാദിയാണ്. കൊട്ടാരത്തിൽ നിന്നെ ജയാളിയാക്കുന്ന ഈ വടിയായിരിക്കും. आपको महल में विजयी बनाने वाला लाठी ये है. ജനത്തെ പുറപ്പെടുവിക്കുന്ന ഈ വടിയായിരിക്കും. वो लोगों को बाहर लाने वाली लाठी ये है. ഇതെല്ലാം അവനറിയാം. ये सब मूसा പക്ഷെ जानता. ചെങ്കടലിന്റെ ഫ്രണ്ടിൽ വന്നപ്പോ पर जब वो लाल ഈ समुद्र के വടിക്ക് सामने എന്തോ आया, ചെയ്യാൻ കഴിയുമെന്ന് അവൻ അറിയത്തില്ല. वो नहीं जानता कि ये लाठी അവൻ क्या कर सकती നിലവിളിച്ചു. है. उसने वो रोया. സ്വർഗം പറയുക, स्वर्ग के ആ വടിയിൽ ഒരു സീക്രട്ട് കൂടെ ഉണ്ട്. उस लाठी में और एक रहस्य है. നീട്ടത്. तू उसे बड़ा कर ले. ആമേൻ. ഇതുവരെ ഇല്ലാത്ത ഐഡിയ പുറത്തു വരിക. अभी तक नहीं था, वो युक्ति बाहर आ ചെങ്കടൽ रही है. രണ്ടാകുന്നു. ओ लाल समुद्र विभाग ഇത് गया. തന്നെയാണ് അവിടെ യെരിഹോവിന്റെ മുമ്പിൽ നടക്കുന്നത്. यही बात यरीको के सामने हो रहा है. വർഷങ്ങളായിട്ട് ജനം സ്തുതിക്കുന്നുണ്ട്. सालों से लोग स्तुति कर പക്ഷെ रहे हैं. അതിനകത്ത് മറ്റൊരു സീക്രട്ട് ഉണ്ട്. उसके अंदर एक अलग रहस्य സ്തുതിച്ച है. ചില കോട്ടകളെ അത് ഇടിക്കും. स्तुति करे तो कुछ दीवारें गिरेंगी. നിങ്ങൾ ചുറ്റേ तुम उसके എന്നിട്ട് इर्द-गिर्द സ്തുതിക്കാൻ घूमो, തയ്യാറാകുക. और फिर स्तुति करने तैयार हो കോട്ട जाओ. പൊളിയുമെന്ന്. दीवार गिरेगी. നിന്റെ കൈയടിക്കകത്ത്, आपके ताली बजाने के നിന്റെ अंदर, സ്തോത്രത്തിനകത്ത്, आपके स्तुति के നിന്റെ अंदर, ആരാധനയ്ക്കകത്ത്, आपके आराधना के നിന്റെ अंदर, വിശ്വാസത്തിനകത്ത്, आपके विश्वास के നിന്റെ अंदर, സ്നേഹത്തിനകത്ത്, प्यार के अंदर, നിന്റെ വിശ്വസ്തതയുടെ അകത്ത്, आपके विश्वास योग्यता നിന്റെ के अंदर, ആത്മാർത്ഥതയുടെ അകത്ത് आपकी ईमानदारी के ചില अंदर സീക്രട്ടുകളുണ്ട്. कुछ रहस्य ഈ छुपे हैं. പകൽ അത് പുറത്തു വരട്ടെ. आज सुबह वो बाहर आए. നീ അത് പുറപ്പെടുവിക്ക. तू उसे प्रकट कर. നീ അത് വെളിപ്പെടുത്ത. तू उसे प्रकट कर. പാട്ടിന്റെ ഒടുവിൽ ഫിറ്റ് ചെയ്യാനുള്ള
വെറും സാധനമല്ല നിന്റെ അന്യഭാഷ. अन्य भाषा केवल वो चीज नहीं जो गीत के अंत में चोटी के रूप में അത് लगाना, പിശാചിനെ പൊളിക്കാനുള്ള സീക്രട്ട് അതിനകത്തുണ്ട്. शैतान को हराने का रहस्य है वो। അതുകൊണ്ട് നീ അത് തുടരെ. इसके लिए आप उसे അത് उपयोग करते रहे, ആലയത്തിൽ മാത്രം वो ഉപയോഗിക്കാതെ केवल चर्च में നിന്റെ उपयोग ना വീട്ടിൽ അത് करें, ഉപയോഗിക്കുക. आपके घर में उपयोग करें, നിന്റെ തലമുറയ്ക്ക് നേരെ അത് ഉപയോഗിക്കുക. आपके बच्चों के लिए നിന്റെ उपयोग करें, ഓഫീസിൽ അത് आपके ഉപയോഗിക്കുക. ऑफिस में उपयोग ചിലത് करें പൊളിയട്ടെന്ന്. और वो सारे टूट ചില जाए, മേഖലകൾ പൊളിയട്ടെ. कुछ तरह टूट जाए। ജുബല ഹദര ഘടകസിയാദന വൈഡബല ഹദുര ഘടകസിയാദന അർബൽ ഖൗഡബല ഹദുരാ ജഗദൽ റിബ ഹദ രഗ ലഗ ജിഗദൽ പ്രൗഢ ബാബാ ബാബാ ശാന്തരാസ് ആർദ്രരാദിയാൻ. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ചില കോട്ടകളെ പൊളിക്കുക. यहाँ रुककर आप कुछ दीवारों को तोड़ रहे हो നിങ്ങളുടെ ഈ ആരാധനയുടെ മുമ്പിൽ, आपके इस आराधना के सामने। ഇന്ന് പകല് നിങ്ങളുടെ ഈ പ്രതികരണത്തിന് മുമ്പിൽ आज सुबह आप है जो ചില प्रतिक्रिया कर रहे കോട്ടകൾ हो, പൊളിയുക. कुछ दीवारें टूट रही നിങ്ങളുടെ है, ഭവനത്തെ ദൈവം ലൊക്കേറ്റ് ചെയ്യുക. आपके घर को परमेश्वर खोज നിങ്ങളുടെ निकाल रहा है, ഓഫീസുകളെ ദൈവം ലൊക്കേറ്റ് ചെയ്യുക. आपके ऑफिसेस पर നിങ്ങളുടെ परमेश्वर दृष्टि रख അവകാശങ്ങളെ रहा है, ദൈവം ലൊക്കേറ്റ് ചെയ്യുക. आपके अधिकारों पर परमेश्वर आँख रख रहा है। ചില ഫിനാൻഷ്യൽ മേഖലയെ ദൈവം ലൊക്കേറ്റ് ചെയ്യുക. आपके आर्थिक स्थिति को परमेश्वर खोज निकाल നിങ്ങളുടെ रहा है, ഫിനാൻഷ്യൽ മേഖലയെ ദൈവം ലൊക്കേറ്റ് ചെയ്യുക. आपके आर्थिक स्थिति को परमेश्वर खोज അത് निकाल ചില रहा है, മേഖലകളെ പൊളിച്ചുകൊണ്ട് അത് പുറത്തു വരിക. स्तरों को तोड़कर वो अभी बाहर आ रहा है। സകതന പ്രൗഢ ബാബാ ബാബാ ശിഗത ലഗടകസിയാദന ജുബാ രഗ ലഗ രഗദല അട രഗദൽ പ്രൗഢബാല ബഹാതുരി അസഖതന പ്രൗഢബ. അവൻ നിങ്ങളെ ലൊക്കേറ്റ് ചെയ്തെങ്കിൽ, अगर शैतान ने आपको खोज നിങ്ങളെ निकाला, നോക്കിയെങ്കിൽ, अगर आपको ഇന്ന് देखा, പകല് നിങ്ങൾ തിരിച്ച് അവനെ നോക്കുക. आज आप फिर से शैतान അവന്റെ को खोज കോട്ടയിലോട്ട് കയറുക. निकाला, उसके तंबू में जाए। നിങ്ങളുടെ തന്ത്രമാണ് അവന് വേണ്ടതെങ്കിൽ, अगर उसे आपको നിങ്ങളുടെ ഐഡിയയാണ് അവന് अगर വേണ്ടതെങ്കിൽ, उसको आपकी युक्ति നിങ്ങളുടെ चाहिए, പവറാണ് അവന് उसे വേണ്ടതെങ്കിൽ, अगर आपकी सामर्थ ഇന്ന് പകൽ चाहिए, അവന്റെ തന്ത്രത്തെ നമ്മൾ പൊളിക്കുക. आज सुबह हम उसके तंत्रों അവന്റെ को तोड़ रहे हैं, ചതിയെ നമ്മൾ പൊളിക്കുക. हम उसके धोखे को तोड़ അവന്റെ रहे हैं, കോട്ടയെ നമ്മൾ പൊളിക്കുക. उसके तंबू को ഇതാ तोड़ रहे हैं। ദൈവസഭ വരുന്നു. देखो परमेश्वर की हे कलीसिया आ रही है। सातान! हे शैतान! ഹേ സാത്താൻ, हे शैतान! ഇതാ ദൈവസഭ देखो വരുന്നു. परमेश्वर की कलीसिया आ रही है। ദേശത്തിനെതിരെ, देश के खिलाफ, കുടുംബങ്ങൾക്കെതിരെ, परिवारों के खिलाफ, ദൈവജനത്തിനെതിരെ परमेश्वर के बच्चों के खिलाफ എതിരാളിയായി നിൽക്കുന്ന जो भी विरोध कर रहा है, സാത്താനെ, वो शैतान നിനക്കെതിരെ तेरे खिलाफ ദൈവസഭ परमेश्वर की ഈ कलीसिया പകൽ കടന്നു വരിക. आज सुबह आ रही है। നീ എന്തൊക്കെ തടഞ്ഞു വെച്ചോ, तूने जो भी रोक कर നീ रखा, എന്തൊക്കെ പിടിച്ചു വെച്ചോ, तूने जो भी पकड़ कर रखा, അതെല്ലാം തിരിച്ചുതാ. वो सब लौटा कर दे, അതെല്ലാം ഇട്ടിട്ട് പോ. वो सब यहाँ रख ഇത് कर जा। ജനത്തിന്റെ അവകാശം. ये बच्चों की विरासत, ജനം ചോദിക്കുന്നു. ये ഇത് बच्चे मांग रहे हैं, ജനം അവകാശത്തോടെ ചോദിക്കുന്നു. अधिकार से लेते ഈ हैं। ആർമി മാർച്ച് ചെയ്യുക. ये सेना आगे बढ़ ഈ रही है, ആർമി നിന്റെ കോട്ടയ്ക്കകത്തേക്ക് ये सेना तेरे ഈ तंबू പകൽ में മാർച്ച് ചെയ്യുക. आज सुबह अंदर आ रही है। ആരോഗ്യം തിരിച്ചതാ. आरोग्य लौटा कर जा। ആരോഗ്യത്തിൽ നീ വെച്ച തന്ത്രങ്ങൾ ഈ പകൽ പൊളിയട്ടെ. आरोग्य के अंदर तूने रखे रहस्य आज सुबह टूट जाए। ओ शाराबाला हर्तरबा दिया, സൗഖ്യങ്ങൾ ഇപ്പൊ നടക്കട്ടെ. चंगाई अभी प्रकट हो जाए, സൗഖ്യങ്ങൾ നടക്കട്ടെ. चंगाई अभी प्रकट हो जाए, എല്ലാ അലർജി മാറട്ടെ. सारे एलर्जीज हट जाए, എല്ലാ ഇസ്നോഫിൽസ് മാറട്ടെ. सारे स्नोफिल्स की दिक्कत എല്ലാ हट जाए, ക്രിയാറ്റിന് മാറട്ടെ. सारे क्रिएटिन के प्रॉब्लम എല്ലാ मिट जाए, കൊളസ്ട്രോൾ മാറട്ടെ. सारे कोलेस्ट्रॉल मिट എല്ലാ जाए, യൂറിനറി ഇൻഫെക്ഷൻ മാറട്ടെ. सारे यूरिनरी इन्फेक्शन मिट എല്ലാ जाए, പ്രഷർ ഷുഗർ മാറട്ടെ. सारे ब्लड प्रेशर शुगर എല്ലാം നോർമൽ ആകട്ടെ. ഇപ്പൊ सब नॉर्मल हो जाए, എല്ലാം നോർമൽ ആകട്ടെ. ഇപ്പൊ नॉर्मल हो जाए। യേശുവിന്റെ അധികാരമുള്ള നാമം, യേശുവിന് അധികാരമുള്ള നാമത്തിൽ यीशु मसीह के अधिकार में नाम, നഷ്ടങ്ങൾ മാറട്ടെ. नष्ट सब मिट जाए, എവിടാണോ നഷ്ടപ്പെട്ടത് जहाँ पर नष्ट അവിടെ आया, ഉറവകൾ തുറക്കട്ടെ. वहाँ पर स्रोत खुल അവിടെ जाए, ഉറവകൾ തുറക്കട്ടെ. स्रोत खुल ആ जाए, കടങ്ങൾ वो ഇല്ലാതെയാകട്ടെ. सारे जो है कर्ज ആ मिट जाए, കടങ്ങൾ सारे ഇല്ലാതാകട്ടെ. कर्ज मिट जाए। വൈഡബല ഹദരഗടഗസി വൈഡ സാന്തര ദിയ അർദൽ പ്രൗഢബല ബഹസന്തര. എനിക്കറിയത്തില്ല, എന്നോട് ദൈവാത്മാവ്
ചില ഓർഗനുകൾ ചേഞ്ച് ആകുന്നതായി കാണിക്കുന്നു. पवित्र आत्मा मुझे दिखा रहा है कि कुछ लोगों का अवयव बदल रहा है, അതിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആകാൻ പോവാ. उसके क्रिया जो है वो सही होने वाले हैं. അതിന് ചില അബ്നോർമാലിറ്റീസ് ഉണ്ടായിട്ട് കൗണ്ടുകളിൽ വ്യത്യാസം വന്ന ബ്ലഡിലോ ടെസ്റ്റിലോ ഏതിലോ വന്ന ബട്ട് അത് കർത്താവ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യും. और ब्लड रिपोर्ट में और इन सारे अवयवों के जो भी गिनती में ऊंच नीच आई ബ്ലഡ് ആണ് है, ഏത് റിപ്പോർട്ടാന്ന് എനിക്കറിയത്തില്ല, ശരീരത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് जो है അത് शरीर का അബ്നോർമൽ. बॉडी का एक അത് रिपोर्ट जो लिया, ചില കൗണ്ടുകൾ അബ്നോർമൽ കാണിക്കും. उसमें के कुछ काउंट जो है अबनॉर्मल है, പക്ഷെ ദൈവം ഇന്ന് പകൽ पर സൗഖ്യമാക്കും. आज सुबह परमेश्वर से चंगाई दे रहा है. സൗഖ്യമാക്കുക. वो एक चंगाई दे रहा നീ है. അബ്നോർമൽ കൊണ്ടല്ല നടക്കാൻ പോകുന്നത്, आप अबनॉर्मलिटी से नहीं आगे बढ़ने वाले, നോർമൽ ശരീരം കൊണ്ട്, आप साधारण शरीर ആരോഗ്യമുള്ള के साथ, ശരീരം കൊണ്ട് आरोग्यवान शरीर നീ के साथ നടക്കാൻ പോവാ. आप आगे बढ़ने वाले हो. Just quickly pray. Our Heavenly Father, हमारे स्वर्गीय पिता, thank you for your manifested presence. पिता आपका धन्यवाद, आपका प्रकट हुआ जो उपस्थिति उसके लिए धन्यवाद. Thank you for bringing your prophet in midst of us. धन्यवाद कि आपने अपने नबी को हमारे बीच में लेकर आए, Thank you that you spoke to us through him. और धन्यवाद कि उनके द्वारा आपने हमसे बात किया. We thank you for handing over the heavenly secrets to us. धन्यवाद कि स्वर्गीय रहस्यों को आपने हमारे हाथ में दिया. Every day of this week, Lord, help us to walk with you. और इस हफ्ते के हर दिन परमेश्वर आपके साथ हम चल पाए. We cover our families in the blood of Jesus. यीशु मसीह के लहू में हमारे परिवार को हम ढापे रखते हैं, No evil eye can look at them. और कोई भी दुष्ट दृष्टियां इनको नहीं देख पाएंगी. No spirit can look at them. कोई भी दुष्ट आत्मा इनको नहीं देख May पाएगी. they be covered in you, Jesus. और यीशु मसीह ये आपके अंदर जो है कवर हो पाए पिता. Let the ministering spirits, angels be the guards over their homes. और सेवकाई करने वाले स्वर्गदूत उनके घरों की रक्षा करे. When we meet next Sunday, help us to meet with testimonies. और जब हम अगले रविवार मिलेंगे तो गवाहियों के साथ हम मिल पाए. May God, you receive all the glory and honor. पिता आप हर जो महिमा, हर सामर्थ के आप योग्य हो पिता. In Jesus' name we pray. यीशु मसीह के नाम में हम प्रार्थना And करते the हैं. church said, और कलीसिया ने कहा Amen.